പ്രവൃത്തിയുടെ പുസ്തകം 8-ാമത്തെ അധ്യായം തുറന്നാട്ടെ. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 8-ാമത്തെ അധ്യായം അതിൻ്റെ 40-ാമത്തെ വാക്യം ദൈവവചന ചിന്തകൾക്ക് ആധാരമായി നാം വായിച്ചു കേൾക്കപ്പെടാൻ പോകുകയാണ്. ഫിലിപ്പോസിനെ പിന്നെ അസ്തോദിൽ കണ്ടു. അടുത്ത വാക്ക്, അവൻ സഞ്ചരിച്ച എല്ലാ പട്ടണങ്ങളിലും സുവിശേഷം അറിയിച്ചും കൊണ്ട് കൈസരിയിലെത്തി. ഒരു വ്യത്യസ്തമായ വാക്യമാണ് ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിപ്പാൻ പോകുന്നത്. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 8-ാം അധ്യായം 40-ാമത്തെ വാക്യം എടുത്ത ദൈവമക്കൾ ഒരു പ്രാവശ്യം ശബ്ദമുയർത്തി എല്ലാവരും കൂടെ ചേർന്ന് വായിച്ചേ. ഫിലിപ്പോസിനെ പിന്നെ അസ്തോദിൽ കണ്ടു. അവൻ സഞ്ചരിച്ച് എല്ലാ പട്ടണങ്ങളിലും സുവിശേഷം അറിയിച്ചും കൊണ്ട് കൈസരിയിലെത്തി. സ്തോത്രം. സാധാരണ ഒരു സഭായോഗം പിരിഞ്ഞു കഴിഞ്ഞ അനന്തരം അടുത്ത സഭായോഗത്തിൽ നമ്മൾ കാണുന്നതിനിടയിൽ തിങ്കൾ മുതൽ ശനി വരെയുള്ള ദിവസങ്ങളിൽ അടുത്ത ഞായറാഴ്ച സംസാരിക്കേണ്ട ദൈവവചനത്തെക്കുറിച്ച് എൻ്റെ വ്യക്തിപരമായ പ്രാർത്ഥനകളിലും യാത്രകളിലും പോകുന്ന ശുശ്രൂഷകളിലുമൊക്കെ ഒത്തിരി സമയം ദൈവത്തോട് പ്രാർത്ഥിക്കുന്നൊരു പതിവ് എനിക്ക് സാധാരണ രീതിയിലുണ്ട്. സഭായോഗത്തിനകത്ത് പിരിഞ്ഞിട്ട് അടുത്ത സഭായോഗത്തിൽ നമ്മൾ കാണുന്നത് വരെ ഒരാഴ്ചയിൽ നിങ്ങളോട് സംസാരിപ്പാനുള്ള ഒരു ദൈവവചനത്തിന് വേണ്ടി ഒത്തിരി സമയങ്ങൾ ദൈവവചനത്തിൽ പ്രാർത്ഥിക്കുന്ന അല്ലെങ്കിൽ അതിനുവേണ്ടി പ്രിപ്പയർ ആകുന്ന ഒരു പതിവ് എൻ്റെ ശുശ്രൂഷ ശൈലിക്കകത്തുണ്ട്. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ ചില സമയങ്ങളിലൊക്കെ തിങ്കളാഴ്ച തന്നെ ദൈവം ഞായറാഴ്ച സംസാരിക്കേണ്ട ദൂത് തരും, ചില സമയങ്ങളിൽ ചൊവ്വാഴ്ച തരും, ചില സമയങ്ങളിൽ ഇങ്ങനെ വ്യാഴാഴ്ചയൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം തരും. ചില സമയങ്ങളിൽ അപ്പോഴൊന്നുമല്ല, ഞായറാഴ്ച രാവിലെ എഴുന്നേൽക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ അന്ന് സംസാരിക്കേണ്ട ദൂത്, ആ ദിവസം ഞായറാഴ്ച രാവിലെ നമ്മുടെ ദൈവമക്കളോട് സംസാരിക്കേണ്ട ദൂത് ദൈവം പ്രകാശിപ്പിക്കുന്നത്. സ്തോത്രം. ഇന്ന് രാവിലെ സംസാരിക്കേണ്ട ദൂത് എൻ്റെ മനസ്സിനകത്ത് വെളിപ്പെട്ട് വന്നില്ല. പ്രസംഗങ്ങൾ ഒത്തിരി ഉണ്ടെങ്കിലും സംസാരിക്കേണ്ട ദൂത് വെളിപ്പെട്ട് വന്നില്ല. പക്ഷെ ഇന്ന് രാവിലെ എഴുന്നേറ്റ് അല്പസമയം ഈ വാക്യം വായിച്ചപ്പോൾ കഴിഞ്ഞ ദിവസങ്ങൾ ചിന്തിച്ചൊരു വാക്യമാണെങ്കിലും ഇത് സംസാരിപ്പാനൊരു നിയോഗം പരിശുദ്ധാത്മാവിന്റെ ഹൃദയത്തിൽ നൽകിയ കാരണത്താൽ ഈ വാക്യത്തിലേക്ക് പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ ശ്രദ്ധയെ ഞാൻ കൊണ്ടുവരികയാണ്. സ്തോത്രം. ഇവിടെ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ വാക്യത്തിനകത്ത് പറയുന്നത്. ഫിലിപ്പോസിനെ പിന്നെ അസ്തോദിൽ കണ്ടു എന്ന് പറഞ്ഞാൽ ഫിലിപ്പോസ് ഇപ്പോൾ അസ്തോദിലാണ് നിൽക്കുന്നത്. എന്നാൽ ഫിലിപ്പോസ് ഇതിനു മുമ്പ് നിന്നിട്ടൊരു സ്ഥലമുണ്ട്. സ്തോത്രം. നിങ്ങൾ ആ സംഭവത്തിന്റെ ആഴം അറിയണമെങ്കിൽ 8-ാം അധ്യായം 1-ാം വാക്യം മുതൽ ആ വിഷയത്തെ ധ്യാന വിഷയമാക്കണം. ഇത് ഒരു പ്രസംഗം എന്നതിനേക്കാളും അപ്പുറം ഇരിക്കുന്ന ദൈവമക്കളോടൊരു ദൂതായി പറഞ്ഞ് ഇന്ന് രാവിലെ ഞാൻ പ്രാർത്ഥിക്കാൻ പോകുകയാണ്. സ്തേഫാനോസിനെ കൊല ചെയ്തത് ശൗലിന് സമ്മതമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് 8-ന്റെ 1-ാമത്തെ വാക്യം ആരംഭിക്കുന്നത്. ആ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സ്തേഫാനോസിനെ കൊല ചെയ്തത് ശൗലിന് സമ്മതമായിരുന്നു. ആരാ ഇവര്? സ്തേഫാനോസ് എന്ന് പറയുന്നത് ദൈവത്തിന്റെ ശിഷ്യഗണത്തിനകത്ത് തെരഞ്ഞെടുക്കപ്പെട്ട മനുഷ്യന്റെ പേരാണ് സ്തേഫാനോസ്. സ്തോത്രം. ഈ പ്രവൃത്തിയുടെ പുസ്തകം 1-ാം അധ്യായത്തിനകത്ത് സർവശക്തനായ ദൈവം സ്വർഗത്തിനകത്തേക്ക് കയറിപ്പോകുന്നതിനേക്കാൾ മുമ്പ് പടച്ച തമ്പുരാൻ നിൽക്കുന്ന ശിഷ്യഗണത്തോടൊരു വാക്ക് പറഞ്ഞു, നിങ്ങൾ യെരുശലേം പട്ടണം വിട്ടുപോകരുത്. നിങ്ങൾ യെരുശലേം എന്ത് ചെയ്യരുത്? വിട്ടുപോകരുത്. പിന്നെന്തോ വേണം? ഈ യെരുശലേമിനകത്ത് നിങ്ങൾ ഇരുന്ന് പ്രാർത്ഥിക്കണം. അതെന്താ കാര്യം എന്നറിയാമോ? യെരുശലേമാണ് കർത്താവിനെ ക്രൂശിച്ചത്. യെരുശലേമിലാണ് യേശുവിന്റെ രക്തം വീണത്. യെരുശലേമാണ് യേശുവിനെ കല്ലേറിനകത്ത് പിടുത്തി കളഞ്ഞത്. അപ്പോ യേശുവിന്റെ രോമം പിച്ചിപ്പറിച്ച, യേശുവിനെ നിന്ദിച്ച, യേശുവിനെ പരിഹസിച്ച അതേ യെരുശലേമിനകത്ത് എന്റെ ശിഷ്യന്മാരായി നിങ്ങൾ ഇരുന്ന് പ്രാർത്ഥിക്കണം. എന്തിനെന്നറിയാമോ? കടഭാരം മാറാനല്ല, നിന്ന മാറാനല്ല, പ്രയാസം മാറാനല്ല, വീട് പണിക്ക് വേണ്ടിയില്ല. പിന്നെ യെരുശലേമിനകത്തിരുന്ന് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട വിഷയം, ഞാൻ പറയുന്ന പരിശുദ്ധാത്മാവിനെ നിങ്ങളുടെ അകത്തേക്ക് പകരപ്പെടാൻ വേണ്ടി യെരുശലേമിലിരുന്ന് നിങ്ങൾ കാത്തിരിക്കണം. അങ്ങനെ 1-ാം അധ്യായത്തിനകത്ത് യെരുശലേമിനകത്ത് ഇവര് കാത്തിരിക്കുകയാണ്. സ്തോത്രം. 1-ാം അധ്യായത്തിൽ കാത്തിരിക്കുന്ന കാത്തിരിപ്പിന്റെ മറുപടി എന്നതുപോലെ 2-ാം അധ്യായത്തിൽ ദൈവത്തിന്റെ അഭിഷേകം ഇവരുടെ ശിരസിനകത്തേക്ക് വന്നു വീണു. അവിടെ നിർത്തിക്കൊണ്ട് ഇതൊരു സഭായോഗമാകിയാൽ വിശ്വസിക്കുന്നവരോട് ഞാൻ ദൂത് ഇങ്ങനെ പറയാം, കാത്തിരിക്കുന്നവന്റെ മേൽ മറുപടി വെളിപ്പെടുത്താൻ കഴിവുള്ളൊരു ജീവനുള്ള ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. സ്തോത്രം. എന്ന് വെച്ചാൽ എൻ്റെ കണ്ണുകൾ മങ്ങിപ്പോകാതെ, എൻ്റെ കണ്ണുകൾ ഇടറിപ്പോകാതെ, എൻ്റെ കണ്ണുകൾ താന്നു പോകാതെ, ഹൃദയ തകർച്ചയോട് ഒരു മനുഷ്യൻ പ്രാർത്ഥനയുടെ ഉൾമുറിക്കകത്ത് കയറി അവൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചാൽ അവന്റെ വിഷയത്തിൽ അത്ഭുതം ചെയ്യുന്ന കാത്തിരിപ്പിന് മറുപടി തരുന്ന ഒരു സ്വർഗത്തിലെ ദൈവമുണ്ട്. സ്തോത്രം. ഇങ്ങനെ 1-ാം അധ്യായത്തിനകത്ത് കാത്തിരുന്ന കാത്തിരിപ്പിന്റെ മറുപടി 2-ാം അധ്യായത്തിൽ പ്രത്യക്ഷത്തിൽ പ്രകടമാകുകയാണ്. ഇവരുടെ മേൽ അഗ്നിജ്വാല പോലെ, പിളർന്നിരിക്കുന്ന നാവുകൾ പോലെ എല്ലാവരും പ്രാപിക്കുക. 2-ാം അധ്യായം അവിടം വരെയൊക്കെ കാര്യങ്ങളൊക്കെയാണ്. ഇനി ഞാൻ പറയുന്നത് കുറച്ചുകൂടെ നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം.
2-ാം അധ്യായം വരെ അഭിഷേകം, ആത്മസാന്നിധ്യം, ദൈവജനത്തിന്റെ മേൽ വെളിപ്പെട്ടു വരുന്ന മഹത്വം. 3-ാം അധ്യായം അതിനേക്കാൾ ദൈവശക്തിയുടെ ഒരു അധ്യായമാണ്. നിങ്ങൾ നോക്കിയേ, അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായിരിക്കുന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യന്റെ അടുക്കൽ ചെന്നിട്ട് പത്രോസും യോഹന്നാനും പറയുക, വെള്ളി ഞങ്ങൾക്കില്ല കേട്ടോ, പൊന്നു ഞങ്ങൾക്കില്ല, പിന്നെ ഞങ്ങളുടെ കയ്യിൽ സ്വത്തെന്ന് പറയാൻ ഒന്നേ ഉള്ളൂ, അത് യേശുവിനാൽ പ്രാപിക്കപ്പെട്ട അഭിഷേകമാണ്. നസ്രയനായ യേശുവിന്റെ നാമത്തിൽ നീ എഴുന്നേൽക്കുക എന്ന് പറഞ്ഞ് അവന്റെ വലങ്കരം പിടിച്ച് ശിഷ്യന്മാരെ എഴുന്നേൽപ്പിക്കുക. അടുത്ത വാക്ക് ഇങ്ങനെയാച്ചാ എഴുതിയിരിക്കുന്നത്, അമ്മയുടെ ഗർഭം മുതൽ മുടന്തനാണെങ്കിലും ഇവന്റെ നരിയാണികളെ ഉറപ്പിക്കുന്ന ഒരു ദൈവശക്തി 3-ാം അധ്യായത്തിൽ വ്യാപരിക്കപ്പെടുകയാണ്. അർത്ഥം, ഇന്ന് രാവിലെ പരിശുദ്ധാത്മ ശക്തിയോടെ ഒരുത്തന്റെ വലങ്കരത്തിനകത്ത് ചേർത്തു പിടിച്ചാൽ അവൻ ഉറയ്ക്കാത്ത, കുടുംബമായി ഉറയ്ക്കാത്ത, അല്ലെങ്കിൽ ജന്മന ഉറയ്ക്കാത്ത ശരീരം, മനസ്സ്, ആത്മാവ്, ഏത് വിഷയമാകട്ടെ അതിനെ ഉറപ്പിക്കാൻ എൻ്റെ ദൈവത്തിന്റെ കരത്തിന് ശക്തിയുണ്ട്. സ്തോത്രം. 3-ാം അധ്യായം രോഗശാന്തിയുടെ ആത്മാവോടുകൂടെ സ്വർഗം വെളിപ്പെട്ടു വരികയാണ്. നാമിടം വരേക്കും കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ 4-ാം അധ്യായം വന്നപ്പോൾ മുതൽ പ്രശ്നങ്ങൾ തളം കെട്ടി നിൽക്കാൻ തുടങ്ങുകയാണ്. പ്രശ്നങ്ങൾ ഇതുവരെ ശുശ്രൂഷിച്ചുകൊണ്ട് നിൽക്കുന്ന ഈ അഭിഷക്തന്മാരെ അധികാരികൾ പിടിച്ചുകൊണ്ടുവരുന്നു. 4-ാം അധ്യായം മുതൽ പ്രശ്നങ്ങൾ ആരംഭിക്കുകയാണ്. അപ്പോ 1, 2, 3 അധ്യായത്തിനകത്ത് ശാന്തസുന്ദരമായ അന്തരീക്ഷത്തിൽ ആ ചർച്ച പോകുന്നതെങ്കിലും ഇപ്പം 4-ാം അധ്യായം മുതൽ ശാന്തതയുടെ കെട്ടുകളെല്ലാം, ശാന്തതയുടെ അന്തരീക്ഷങ്ങളെല്ലാം മാറി, ശാന്തതയുടെ നിലവാരങ്ങളെല്ലാം മാറി. ഞാൻ ഈ ദൂതൊക്കെ പറയുമ്പോൾ ഭയങ്കര ഷാർപ്പായിട്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. ശാന്തതയെല്ലാം മാറി, പ്രശ്നങ്ങളുടെ അന്തരീക്ഷങ്ങൾ എവിടെ നിൽക്കൂ ഇടിച്ചു കയറി വരുന്നത് പോലെ 4-ാം അധ്യായം പ്രശ്നം തളം കെട്ടി നിൽക്കുകയാണ്. രൂക്ഷതയുടെ അന്തരീക്ഷങ്ങൾ തുറക്കപ്പെടുകയാണ്. പ്രസംഗിച്ച അഭിഷക്തന്മാരെ അധികാരികൾ കൊണ്ടു നിർത്തുന്നു, അവരോട് കയ്യേറ്റം സംസാരിക്കുന്നു, അവരെ പിടിക്കുന്നു, അവരെ ചങ്ങലയ്ക്കകത്ത് ബന്ധിക്കുന്നു. ഭയങ്കര പ്രശ്നങ്ങളാണ് 4-ാം അധ്യായം ആരംഭിക്കുന്നത്. ഞാൻ അവിടെ നിർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ നോക്കി ഒരു ദൂത് പറയാം. അവൻ 3 അധ്യായങ്ങൾ വരെ നമുക്കില്ലാത്തൊരു പ്രയാസം 4-ാം അധ്യായം മുതൽ ആരംഭിച്ചെങ്കിൽ ഇതുവരെയും കാണാത്തൊരു മഹത്വം ദൈവത്തിന്റെ ആത്മാവിനെ നമുക്ക് വേണ്ടി വെളിപ്പെടുത്താനുണ്ട്. സ്തോത്രം. എപ്പോഴും ഞാൻ പറയുന്ന വാക്കുകളിൽ ഒന്നാണ്, ഒഴുക്കിനനുസരിച്ച് നീന്തുവന് പ്രശ്നമില്ല, പിന്നെയോ ഒഴുക്കിനെതിരെ നീന്തുന്നവന്റെ മേലാണ് പ്രതികൂലങ്ങൾ മുഴുവനും ആഞ്ഞടിക്കാൻ തുടങ്ങുന്നത്. ഇവിടെ 4-ാം അധ്യായം അത് കോടതിക്കകത്ത് അഭിഷക്തന്മാരെ കൊണ്ടുവരികയാണ്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക, 5-ാം അധ്യായത്തിൽ വന്നപ്പോ ഈ 4-ാം അധ്യായത്തിലെ പ്രശ്നം പുറത്താണ്, മതത്തിന്റെ കോടതിയിലെ പ്രശ്നം. പക്ഷേ 5-ാം അധ്യായത്തിൽ വരുമ്പോൾ പ്രശ്നം പുറത്തല്ല സഹിച്ച, പ്രശ്നം ചർച്ചിനകത്തു വരികയാണ്. 5-ാം അധ്യായം പ്രശ്നം എന്താണെന്നറിയാമോ? അനന്യാസ്, സഫീറ 2 പേർ, സ്തോത്രം, ആലയത്തിനകത്ത് കയറി വന്നു ആരാധനയ്ക്ക് വേണ്ടി. അഭിഷക്തനായ പത്രോസ് ചോദിച്ചു, പറ, ഇത്രയ്ക്കാണോ നിലം വിറ്റത്? അവര് പറഞ്ഞു, ഇത്രയ്ക്ക് തന്നെ നിലം വിറ്റത്. ഇപ്പൊ സാന്നിധ്യം വ്യാപരിക്കുന്ന, അഭിഷേകം വ്യാപരിക്കുന്ന ആലയത്തിനകത്ത് പാപം ചെയ്തവനെ തമ്പുരാൻ തട്ടി താഴെയിടുക. പുതിയ നിയമസഭയ്ക്കകത്തെ ആദ്യത്തെ മരണം ആരുടേതാന്ന് ചോദിച്ചാൽ ഞാൻ പറയും, അതാണ് ആദ്യത്തെ മരണമല്ല, പൊടുമരണം. ഇത് അങ്ങനെ നമ്മൾ പറയത്തില്ലേ? സ്തോത്രം. പെട്ടെന്നുണ്ടായ മരണം. അനന്യാസ്, സഫീറ, അവൻ പരിശുദ്ധാത്മാവിനാൽ ന്യായം വിധിക്കുക. ഇരിക്കുന്ന ദൈവമക്കളെ ഞാൻ സ്നേഹിക്കുന്നത് കൊണ്ടും നമ്മൾ യേശുവിന്റെ ചങ്കില ചോരയാൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളാകുന്നത് കൊണ്ടും ഇന്ന് രാവിലെ ആത്മാവ് നമ്മളോട് സംസാരിക്കുകയാണ്. പരിശുദ്ധാത്മാവിന് അല്ലെങ്കിൽ ദൈവശക്തിക്കകത്ത്, ദൈവ കൃപയ്ക്കകത്ത് നമ്മൾ നിൽക്കുമ്പോൾ വ്യാജം കാണിച്ചാൽ തമ്പുരാൻ നമ്മളെ അടിക്കും. അത് ദൈവത്തിന്റെ പാസ്റ്റർ എന്നില്ല, പ്രവാചകനിൽ നിന്നില്ല, പ്രാസംഗികനെന്നില്ല, പാതിരി എന്നില്ല. ആര് പാപം ചെയ്താലും പാപം ചെയ്തവനെ അടിക്കാൻ ഇന്ന് രാവിലെയും ദൈവത്തിന്റെ കരമുണ്ട്. വിശ്വസിക്കുന്നവർക്കായി സ്തോത്രം പറയുന്നത് എനിക്കറിയാം. ഞാൻ സന്തോഷം തരുന്ന വാക്കുകളൊന്നുമല്ല ഈ പറയുന്നത്, പക്ഷേ ഇങ്ങനെ പറയാൻ ഇന്ന് രാവിലെ വലിയ നിയോഗമുണ്ട്. കുരുത്തക്കേട് കാണിച്ച് ചർച്ചിനകത്ത് കയറിയ തമ്പുരാൻ അടിച്ചിരിക്കും. ഹല്ലേലൂയ. പല പ്രാവശ്യങ്ങൾ പറയുന്ന വാക്കുകളിൽ ഒന്നാണ്, സോഷ്യൽ മീഡിയക്കകത്ത് ഇതര സംഗതികളൊക്കെ കണ്ടിട്ട് ദൈവഹിതമില്ലാത്ത കാര്യങ്ങൾക്കകത്തൊക്കെ കൈവച്ചിട്ട് ഞാൻ ഇങ്ങനെ കൂടെ പറയാം, സ്തോത്രം, ഇതിനകത്തൊക്കെ പല രീതികളിൽ ജോലി ചെയ്യുന്നവരുണ്ടല്ലോ. ദൈവഹിതമില്ലാത്ത നന്മ നമ്മുടെ കൈക്കകത്ത് വന്നിട്ട് പോലും നമ്മൾ കൈയടിച്ച് ആരാധിക്കുന്നവരാണെങ്കിൽ തമ്പുരാൻ നമ്മളെ അടിക്കാതിരിക്കത്തില്ല. മനസ്സിലാകുന്നുണ്ടോ? അങ്ങനാണെങ്കിൽ ഇന്ന് രാവിലെ യോഗത്തിനകത്ത് ഇരിക്കുമ്പോൾ പറയണം, അപ്പാ, ഈ വന്നിരിക്കുന്ന 2 മണിക്കൂർ നോക്കി എനിക്ക് മാർക്കിടുന്ന ഒരു ദൈവത്തെ അല്ല ഞാൻ ആരാധിക്കുന്നത്. ആണോ?
അല്ല. ഈ വന്നിരിക്കുന്ന 2 മണിക്കൂർ നോക്കി നമ്മളെ മാർക്കിടുന്ന ഒരു ദൈവത്തെ അല്ല നമ്മൾ ആരാധിക്കുന്നത്. പിന്നെയോ തിങ്കൾ മുതൽ ശനി വരെയുള്ള നമ്മുടെ ജീവിത യാത്രകളെ അറിയുന്നൊരു ദൈവം, നമ്മളെ കാണുന്നൊരു ദൈവം, അഗ്നിജ്വാലക്കത്തുള്ള കണ്ണുള്ളൊരു ദൈവം. ദൈവഹിതമില്ലാത്തത് കേട്ടാലോ കണ്ടാലോ സംസാരിച്ചാലോ അവനവന്റെ പുസ്തകത്തിനകത്ത് എഴുതി വെച്ച് അളന്ന് കുറിച്ച് എനിക്ക് വേണ്ടി ന്യായവിധി നടത്തുന്നൊരു ദൈവത്തെ അത്രയും നമ്മൾ ആരാധിക്കുന്നത്. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. ഇങ്ങനെ ആമേൻ 5-ാം അധ്യായം മുതൽ പ്രശ്നങ്ങൾ ആരംഭിക്കുക. 6-ാം അധ്യായത്തിൽ വന്നപ്പോൾ വലിയ പ്രശ്നങ്ങൾ സഭയ്ക്കകത്തുണ്ടായി. 6-ാം അധ്യായം 1-ാം വാക്യം വായിച്ചേ. ആ കാലത്ത് ശിഷ്യന്മാർ പെരുകി വരുമ്പോൾ, 6-ന്റെ 1-ാം വാക്യം കണ്ടോ. ആ കാലത്ത് ശിഷ്യന്മാർ, അപ്പൊ ഇപ്പൊ സഭ വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടത്തിലേക്ക് വന്നു. സഭയിൽ ആത്മാക്കൾ വരുന്ന ഒരു സീസണിലേക്ക് വന്നു. ഞാൻ ഇന്ന് രാവിലെ അത് പറയുമ്പോൾ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നമ്മുടെ സഭയും നിറയും. ചേർന്നൊരു ഹല്ലേലൂയ പറയാട്ടെ. നിറയും. നമ്മുടെ സഭയും ദൈവം ചെയ്യും, നിറയ്ക്കും. ഈ അധ്വാനിക്കുന്നതൊന്നും പാടല്ല. വെളുപ്പിനെ രാവിലെ എഴുന്നേറ്റ് വാട്സാപ്പ് കോളും പിടിച്ചിരുന്ന് കുത്തിയിരുന്ന് പ്രാർത്ഥിക്കുന്നതൊന്നും ചുമ്മാതല്ലെന്ന്. നമ്മൾ നോക്കുമ്പോഴോ ഇതൊക്കെ എല്ലാം പുതച്ചുകൂടി കറങ്ങും തുടങ്ങുന്നത്. ഞങ്ങൾ കുറെ എണ്ണം മാത്രമേ വാട്സാപ്പ് കോളിനൊക്കെ തിരുന്ന് അങ്ങേ തലക്കിരുന്ന് ആരോ പ്രാർത്ഥന ആവശ്യം പറയുമ്പോൾ ഇങ്ങേ തലക്കിരുന്ന് സ്വോത്രം പറഞ്ഞ് അത് മ്യൂട്ടാക്കി സ്വോത്രം പറഞ്ഞ് കേൾക്കാൻ പോലും പറ്റാതെ ഇതൊക്കെ പാടാന്ന് നമുക്ക് തോന്നും. പക്ഷേ ഇന്ന് രാവിലെ ഞാൻ ഉറപ്പിച്ചു പറയുക, ഇതൊന്നും പാടല്ലെന്നേ. ഈ അധ്വാനിക്കുന്ന അധ്വാനങ്ങൾക്കെല്ലാം മറുപടി നൽകി മാനിക്കുന്ന ഒരു സ്വർഗത്തിലെ ദൈവമുണ്ട്. സ്തോത്രം. ആമേൻ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചേ, ഇവിടെ ശിഷ്യന്മാര് പെരുകി വരികയാ. ഈ പെരുകി വരുമ്പോൾ തങ്ങളുടെ വിധവമാരെ ദിനം പ്രതിയുള്ള ശുശ്രൂഷയിൽ ഉപേക്ഷയായി വിചാരിച്ചു എന്ന് യവന ഭാഷക്കാർ എബ്രായ ഭാഷക്കാരുടെ നേരെ അടുത്ത വാക്യം എന്നാ മാമ എഴുതി വെച്ചിരിക്കുന്നേ? പിറുപിറുത്തു. എന്നാ പിറുപിറുത്തു. ഇപ്പൊ ചർച്ചിനകത്ത് എന്തോ വ്യാപരിക്കപ്പെടുന്ന അഭിഷേകമോ, അന്യഭാഷയോ, ദൈവകൃപയോ, ദൈവശക്തിയോ വർദ്ധിച്ച് സഭ വരികയപ്പോ ഇപ്പൊ എന്നാ വ്യാപരിക്കപ്പെട്ട കലതച്ചു. വർദ്ധിച്ചു വരികയപ്പോ ഇപ്പൊ സഭയ്ക്കകത്ത് എന്നാ വ്യാപരിക്കുന്നേ? പിറുപിറുപ്പ്. എന്നാ പിറുപിറുപ്പ്. പരസ്പരം വഴിയ. എന്നെ ആരും ശ്രദ്ധിക്കുന്നില്ല, എന്നെ ആരും നോക്കുന്നില്ല, എന്റെ പ്രാർത്ഥനാ വിഷയം ആരും കേൾക്കുന്നില്ല, സ്തോത്രം, എന്നെ ഓർത്ത് പ്രാർത്ഥിക്കുന്നില്ല, എന്നെ ആരും മൈൻഡ് ചെയ്യുന്നില്ല. ഇങ്ങനെയൊക്കെ പിറുപിറുപ്പ്. സ്തോത്രം. ആമേൻ. കണ്ടില്ല, കേട്ടില്ല, കൈ തന്നില്ല, സ്തോത്രം പറഞ്ഞില്ല, മിണ്ടിയില്ല, വന്നില്ല, കോട്ടേജ് മീറ്റിംഗിൽ. ഇങ്ങനെ സഭയ്ക്കകത്ത് മൊത്തം പിറുപിറുപ്പിന്റെ ആത്മാവാണ്. 6-ാം അധ്യായത്തിൽ വ്യാപരിക്കപ്പെടുന്നത് മൊത്തം പിറുപിറുപ്പിന്റെ ആത്മാവാണ്. അത് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ 6-ാം അധ്യായത്തിൽ കരം വെച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു, നമ്മുടെ സഭയിൽ അങ്ങനെ ഒരു ആത്മാവ് കയറാതിരിക്കട്ടെ. ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഏതാത്മാവ്? പിറുപിറുപ്പിന്റെ ആത്മാവ് നമ്മുടെ സഭയ്ക്കകത്തുനിന്നല്ല, സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന ഒരു സഭയിലും പിറുപിറുപ്പിന്റെ ആത്മാവ് കയറാതിരിക്കട്ടെ. പിറുപിറുക്കുക. ഈ പിറുപിറുപ്പിന്റെ പ്രത്യേകത എന്നാണെന്നറിയാമോ? പിറുപിറുക്കുന്നവർക്ക് പോലും അറിയത്തില്ല എന്തുവാ പറയുന്നേ. കേൾക്കുന്നവർക്ക് മനസ്സിലാകോ? ഇല്ല. ഇങ്ങനെ നമ്മൾ നാടൻ ഭാഷയിൽ മേലിൽ പിറുപിറുപ്പിന് എന്നാ പറയുന്നത് എനിക്കറിയാം. വള്ള കുശുകുശുപ്പ് എന്നാണോ? ആ ഭാഷ കുറച്ചും കൂടെ മനസ്സിലായി. ഇങ്ങനെ അവർക്ക് ഇങ്ങനെ ഇരുന്നങ്ങ് സംസാരിക്കുക. അവർക്ക് പറയാമോ ഇത് പറയുന്നവ? അവർക്കും അറിയത്തില്ല. കേൾക്കുന്നവൻ അറിയാമോ? അവനും ഇങ്ങനെ ഇരുന്നങ്ങ് പിറുപിറുക്കുക. ഈ പിറുപിറുപ്പിന്റെ ആത്മാവ് സഭയുടെ വളർച്ചയ്ക്ക് പ്രശ്നമായി മാറി. അപ്പോൾ ഈ അധ്യായത്തിൽ മുതൽ പിറുപിറുപ്പ് ആരംഭിച്ചപ്പോൾ എനിക്ക് അതിനിടയിൽ ഒരു വാക്യം ഇഷ്ടപ്പെട്ടു റോയി പാസ്റ്ററെ. ആ വാക്യം ഇങ്ങനെ പിറുപിറുപ്പ് സഭയിൽ നടന്നപ്പോൾ 3-ാമത്തെ വാക്യത്തിനകത്ത് ആമേൻ പത്രോസ് അഭിഷക്തൻ എഴുന്നേറ്റ് പറയുകയാണ്, ആകയാൽ സഹോദരന്മാരെ, ആത്മാവും ജ്ഞാനവും നിറഞ്ഞ നല്ല സാക്ഷ്യമുള്ള 7 പുരുഷന്മാരെ നിങ്ങൾക്ക് തന്നെ എന്ത് ചെയ്യാം? തെരഞ്ഞെടുത്തു കൊള്ളാം. അവരെ ഈ വേലയ്ക്ക് എന്ത് ചെയ്യാം? ആക്കാം. അടുത്ത വാക്ക് നിങ്ങൾ കണ്ടോ? അടുത്ത വാക്ക് അടിവരയിടണം കേട്ടോ. ഞങ്ങളോ പ്രാർത്ഥനയിലും വചനധ്യാനത്തിലും എന്ത് ചെയ്യും? ഉറ്റിരിക്കും. ഇത്രയുള്ള ദൈവദാസന്മാരെ, സഭയ്ക്കകത്ത് പിറുപിറുപ്പ്, വീടിനകത്ത് പിറുപിറുപ്പ്, ദേശത്തിനകത്ത് പിറുപിറുപ്പ് നടക്കുമ്പോൾ അതിന്റെ പിന്നിൽ പ്രാർത്ഥിക്കാനും വചനം ധ്യാനിക്കാനും ഒരു ഗ്രൂപ്പ് മാറിയാൽ പിറുപിറുപ്പിന്റെ ആത്മാവിനെ തമ്പുരാൻ ഒതുക്കി മാറ്റും. വിശ്വസിക്കുന്നുണ്ടോ? ഇന്ന് രാവിലെ ഞാനത് പറയുമ്പോൾ വീടിനകത്ത് പിറുപിറുപ്പുണ്ടോ? സഭയ്ക്കകത്ത് പിറുപിറുപ്പുണ്ടോ? സഭയ്ക്കകത്ത് പിറുപിറുപ്പില്ല. ഒരു സ്വത്രം പറഞ്ഞാട്ടെ. അല്ല, നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട് ഉണ്ടെന്നോ തോന്നി? ഉണ്ടോ? ഇല്ലെന്നാ ഇതുവരെ എന്റെ ചിന്ത. സ്തോത്രം. ഓക്കെ. ആമേൻ. ചർച്ചിനകത്ത് ഇല്ല. നമ്മുടെ വീടുകൾക്കകത്ത് പിറുപിറുപ്പുണ്ടാകാതിരിക്കട്ടെ. നമ്മുടെ കുടുംബ പ്രാർത്ഥനകളിൽ പിറുപിറുപ്പുണ്ടാകാതിരിക്കട്ടെ. നമ്മുടെ ദേശത്തിനകത്ത് പിറുപിറുപ്പുണ്ടാകാതിരിക്കട്ടെ. ഇങ്ങനെ പിറുപിറുപ്പിന്റെ ആത്മാവ് വാഴ്ന്നപ്പോൾ പ്രാർത്ഥിക്കാനും വചനം പ്രസംഗിക്കാനും ഒരു കമ്മ്യൂണിറ്റി മാറി. ഞാൻ ഉറപ്പിച്ചു പറയാം, നമ്മുടെ ഭവനത്തിന്റെ സ്വസ്ഥതകളെ കെടുത്തിക്കളയുന്ന, കുടുംബ പ്രാർത്ഥനകളെ നശിപ്പിക്കുന്ന പിറുപിറുപ്പിന്റെ ആത്മാവ് വ്യാപരിക്കപ്പെടുമ്പോൾ ഒരാളെങ്കിലും പ്രാർത്ഥിക്കാനും വചനം വായിക്കാനും മാറിയിരുന്നാൽ ആ പിറുപിറുപ്പിന്റെ ആത്മാവിനെ തമ്പുരാൻ
തമ്പുരാൻ ഒതുക്കിയിരിക്കും. വിശ്വസിക്കുന്നവർക്കായി നന്ദിയോടെ ഞാൻ ദൈവത്തിന് സ്തോത്രം പറയുന്നു. ഇങ്ങനെ പ്രാർത്ഥിക്കാനും വചനം പ്രസംഗിക്കാനും ഒരു കമ്മ്യൂണിറ്റി മാറി. അങ്ങനെ വായിച്ചു വന്നപ്പോൾ 8-ാമത്തെ അധ്യായത്തിൽ ഒരു സംഭവം നടക്കുക. അതാണ് നമ്മുടെ പ്രസംഗത്തിന് കുറിവാക്യത്തിലേക്ക് വരാൻ ഒരു മുഖാന്തരമായി മാറിയ വാക്യം. സ്തേഫാനോസ് ഇപ്പൊ കൊല ചെയ്യപ്പെട്ടു. സ്തേഫാനോസ് ആരാണ്? യേശുവിനാൽ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട സഭയ്ക്കകത്ത് ഒരു മെമ്പർ. ആ മെമ്പർ ഇപ്പൊ കൊല്ലപ്പെട്ടു. കൊല്ലപ്പെട്ടതിന്റെ കാരണം പെർസിക്യൂഷൻ ആണ്. ഇവിടെ ശൗലിന് അത് സമ്മതവുമായിരുന്നു. അന്ന് യെരുശലേം സഭയ്ക്ക് ഒരു വലിയ ഉപദ്രവം നേരിട്ടു. ഇനി നിങ്ങൾ എന്നെ ശ്രദ്ധിക്കണ്ട, ഇനി നിങ്ങൾ ബൈബിളിൽ ശ്രദ്ധിക്കണം. 8-ന്റെ 1-ാം വാക്യം മുതൽ ശക്തമായി ശ്രദ്ധിച്ച് 1-ാം വാക്യത്തിന്റെ സെക്കൻഡ് പാർട്ടോട്ട് ഞാൻ വായിക്കുന്നു. അന്ന് യെരുശലേമിലെ സഭയ്ക്ക് ഒരു വലിയ ഉപദ്രവം നേരിട്ടു. ഒരു വെളിപ്പാട് ഞാൻ പറയാൻ പോവാ, ശ്രദ്ധിച്ചേ. അപ്പോസ്തലന്മാർ ഒഴികെ എല്ലാവരും യഹൂദിയ ശമരിയ ദേശങ്ങളിൽ ചിതറിപ്പോയി. സ്തോത്രം. അപ്പൊ ആര് മാത്രം പെർസിക്യൂഷന്റെ നടുവിൽ ചിതറിപ്പോയില്ല? കേട്ടില്ല? ആര് മാത്രം ചിതറിപ്പോയില്ല? അപ്പോസ്തലന്മാര് മാത്രം പോയില്ല. പിന്നെ ആരൊക്കെ പോയി? അപ്പോസ്തലന്മാര് പോയില്ലേ, പിന്നെ ആരായിരിക്കും ചിതറിപ്പോയെ? വിശ്വാസികളായിരിക്കും. ഓക്കെ, അപ്പൊ സഭയ്ക്കകത്തിരുന്ന് ആരാധിക്കുന്ന വിശ്വാസികൾ 4 സൈഡിലേക്ക് ചിതറിപ്പോയി. ചിതറാനുള്ള കാരണം എന്നാ? പെർസിക്യൂഷൻ അല്ലെങ്കിൽ പീഡനമാണ് ചിതറാനുള്ള കാരണം. യെരുശലേമിലെ സഭയ്ക്കായി ഉപദ്രവം നേരിട്ടത്. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചേ, ഈ ചിതറിപ്പോയവരെ കുറിച്ച് അടുത്ത വാക്യം എഴുതിയിരിക്കുന്നത് 4-ാമത്തെ വാക്യം. ചിതറിപ്പോയവർ വചനം സുവിശേഷിച്ചും കൊണ്ട് അവിടങ്ങളിൽ സഭയെന്ന് ചിതറിപ്പോയിട്ട് പോയ സ്ഥലങ്ങൾക്കകത്ത് അവർ കർത്താവിന്റെ മഹത്വത്തിന് വേണ്ടി നിൽക്കാൻ തുടങ്ങി. അങ്ങനാണെങ്കിൽ എന്റെ ചോദ്യം ഞാൻ ചോദിക്കട്ടെ, ഒരു കൊച്ചു ചോദ്യം ഞാൻ ചോദിക്കട്ടെ. യെരുശലേമിലെ സഭയ്ക്ക് ഇപ്പൊ പീഡനം വന്നത് ദോഷത്തിനായോ നന്മയ്ക്കായോ? അകത്ത് അഭിഷേകമുള്ള ദൈവമക്കൾ പറയണം, ഇത് പീഡനം പിശാചിന്റെ പദ്ധതിയാ. പക്ഷേ സഭയെ ചിതറിക്കാൻ വന്ന പീഡനം ദൈവം മഹത്വത്തിനാക്കി മാറ്റി. ആമേൻ. സഭയ്ക്ക് നേരിട്ട പ്രതിസന്ധി ദൈവം മഹത്വത്തിനാക്കി മാറ്റിയെങ്കിൽ പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ മക്കളെ, നിങ്ങളുടെ കുടുംബത്തിന് നേരെ വരുന്ന ചില പ്രതികൂലങ്ങൾ, പ്രയാസങ്ങൾ, കാറ്റുകൾ, ഓളങ്ങൾ, തിരമാലകൾ തകർക്കാനാണെന്ന് പ്രത്യക്ഷത്തിൽ തോന്നും. പക്ഷെ ഇന്ന് രാവിലെ അഭിഷേകമുള്ള ദൈവമക്കൾ പറയണം, ഇത് തകർക്കാനുള്ളതല്ല പാസ്റ്ററേ. ഈ പീഡനത്തിന്റെ നടുവിൽ എന്റെ ദൈവത്തിന്റെ മഹത്വം യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ഇന്ന് രാവിലെ ഞങ്ങൾ അത് അങ്ങനെ തന്നെ വിശ്വസിക്കുകയാണ്. വീടിന് നേരെ ആഞ്ഞടിച്ചുയരുന്ന ചില കാറ്റുകളും വീടിന് നേരെ ആഞ്ഞടിച്ചുയരുന്ന ചില പ്രതികൂലങ്ങളും നമ്മൾ പറയത്തില്ലേ പാസ്റ്ററേ, ഇതുവരെ പൊക്കൊണ്ടിരുന്നത് പോലല്ല ജീവിത സാഹചര്യം. എന്തോ ഒരു കാറ്റിന്റെ പ്രതികൂലം, എന്തോ ഒരു ഓളത്തിന്റെ പ്രതികൂലം, ഈ ബോട്ട് മുങ്ങിപ്പോകുമോ എന്നതുപോലൊരു ചിന്ത. ഇന്ന് രാവിലെ ദൈവം പറയുന്നു, ആ ബോട്ട് മുക്കാനല്ല സഹോദര പ്രതികൂലം വന്നേ, ആ ബോട്ട് തകർക്കാനല്ല ബ്രദറെ ആ പ്രതികൂലം വന്നേ, ആ ബോട്ട് തീർത്ത് കളയാനല്ല ഇന്ന് രാവിലെ ആ പ്രതികൂലം വന്നേ. ആ ബോട്ട് തകർന്നാലും ബോട്ടിൽ യാത്ര ചെയ്യുന്ന നീ തകരാൻ ദൈവം സമ്മതിക്കത്തില്ല. വിശ്വസിക്കുന്നവർക്കായി നന്ദിയോടെ ഞാൻ ദൈവത്തിന് സ്തോത്രം പറയുന്നു. ഇത് പൗലോസ് തന്റെ അകത്ത് കയറിയ ഒരു വെളിപ്പാടിൽ പറയുക, പേടിക്കേണ്ട സഹോദരന്മാരെ, കപ്പലിന് ഛേദം വരും പക്ഷെ ജീവന് ഹാനി വരത്തില്ല. കാരണോ ആമേൻ, എന്നോട് ഇന്നലെ രാത്രി ഞാൻ സേവിക്കുന്ന എന്റെ ഉടയവൻ വന്ന് പറഞ്ഞു, കപ്പലിന് ഛേദം വന്നാലും എന്തിനു വരത്തില്ല. അങ്ങ് ബലപ്പെട്, അങ്ങ് ബലപ്പെട്, അങ്ങ് ബലപ്പെട്. ഈ കടഭാരം നിന്നെ തകർക്കാനല്ല, ഈ പ്രയാസം നിന്നെ തകർക്കാനല്ല, ഈ പ്രതിസന്ധി നിന്നെ തകർക്കാനല്ല. പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ നോക്കി ഞാൻ ഉറപ്പിച്ച് ഇന്ന് രാവിലെ ദൂത് പറയാ, ഈ യെരുശലേം സഭയ്ക്ക് നേരിട്ട് ഉപദ്രവ സഭ ചിതറിക്കാനല്ല, ചിതറിപ്പോയ സഭയെ ദൈവം പ്രാപ്തമാക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിച്ചേ, ഒരു കൊച്ച് യെരുശലേം പട്ടണത്തിനകത്ത് ഒതുങ്ങിയിരുന്ന സഭ, ഞാനത് പറയുമ്പോൾ യെരുശലേം എന്ന് ചിന്തിക്കരുത്, എന്നെ നോക്കിക്കേ. ആമേൻ. സ്വതന്ത്രം മേലിലെ എന്ന് ചിന്തിക്കുക, മേലിലെ എന്ന് ചിന്തിക്കുക. ഒരു മേലിലേക്കകത്ത് ഒതുങ്ങി. ഇപ്പോഴത്തെ പരിപാടി എന്നാ വെച്ചാൽ, ഇപ്പോഴത്തെ പരിപാടി രാവിലെ എഴുന്നേൽക്കുന്നു, കുളിച്ചൊരുങ്ങുന്നു, ഡ്രസ്സ് ഇടുന്നു, സ്കൂളിൽ പോകുന്നു, പിന്നെ തിരിച്ചു വീട്ടിലോട്ട് വരുന്നു. പിന്നെ ഇപ്പോഴത്തെ പരിപാടി എന്നാ, ഇപ്പൊ രാവിലെ എഴുന്നേറ്റു, യൂണിഫോം ഒക്കെ ഇട്ടു, ആമേൻ സ്വതന്ത്രം ഹോസ്പിറ്റലിൽ പോകുന്നു വർക്ക് ചെയ്യാൻ, പിന്നെ തിരിച്ചു വീട്ടിൽ വരുന്നു, പിന്നെ ഡ്യൂട്ടി, ഓവർ ടൈം ഡ്യൂട്ടി, ക്ഷീണമായി, മൈഗ്രീനായി, അസ്വസ്ഥതയായി, കാലിന് പ്രയാസമായി, എന്തൊക്കെ. ഇപ്പോഴത്തെ പരിപാടി എന്നാ സഹിച്ച, ഇപ്പൊ രാവിലെ എഴുന്നേറ്റു, കടയിൽ പോകുന്നു, അവൻ ഉച്ചയാകുന്നു, കട ലോക്ക് ചെയ്യുന്നു, വരുന്നു, ഫുഡ് കഴിക്കുന്നു, വൈകിട്ട് പോകുന്നു, വീണ്ടും വരുന്നു. ഇപ്പൊ സ്ഥിരമായ ഒരു ഷെഡ്യൂളിനകത്താണ് നമ്മളെല്ലാവരും നിൽക്കുന്നത്, ഒരു ഷെഡ്യൂളിനകത്താ. പക്ഷെ ഉപദ്രവം നേരിട്ടപ്പോൾ ഒരു അത്ഭുതം നടന്നു. ഒരു ഷെഡ്യൂളിനകത്ത് നിന്ന സഭയെ ദൈവം ചിതറിക്കാൻ തുടങ്ങി. ചിതറിച്ചപ്പോൾ ഒരു സംഭവം നടന്നു. പരിശുദ്ധാത്മാ പറഞ്ഞൊരു വാഗ്ദത്തം ഇവരുടെ മേൽ നിറവേറാൻ തുടങ്ങി. എന്തോ വാഗ്ദത്തം അറിയാമോ? നിങ്ങൾ യെരുശലേമിൽ ഒതുങ്ങത്തില്ല, നിങ്ങൾ യഹൂദിയ ശമരിയ പട്ടണങ്ങൾക്കകത്തേക്ക് എന്റെ സാക്ഷ്യം വഹിക്കാൻ പോകുകയാണ്. സഭ ഒരു സേഫ് സോണിനകത്ത് നിന്ന
നിന്നപ്പോ, സേഫ് സോണിനകത്ത് നിന്ന സഭയെ വാഗ്ദത്തത്തിന്റെ അടുത്ത അതിർവരമ്പുകളിലേക്ക് കൊണ്ടുപോകാൻ പരിശുദ്ധാത്മാവ് ഒരു ഉപദ്രവം അഴിച്ചുവിട്ടതാണെന്ന് ഞാൻ പറഞ്ഞാൽ അത് വിശ്വസിക്കുന്ന ദൈവത്തിന്റെ മക്കൾക്കായി നന്ദിയോടെ ഞാൻ ദൈവത്തിന് സ്തോത്രം പറയുന്നു. അങ്ങനാണെങ്കിൽ എന്റെ സഹോദരിമാരെ, ഇപ്പൊ നേരിടുന്ന പ്രയാസം ദോഷത്തിനല്ല, അത് നന്മയ്ക്കാക്കി മാറ്റുന്നൊരു ദൈവകരമുണ്ട്. വിശ്വസിക്കുന്നവർ ചേർന്ന് ശക്തിയോടെ ഹല്ലേലൂയ പറഞ്ഞേ. ചിലര് പറയും, പാസ്റ്ററേ ഇപ്പോ ഭയങ്കര ഭാരമാ, നന്മയില്ല, പിന്നെ കടഭാരമാ, നിന്നയ, പിന്നെന്നാ ജോലിയില്ല. എന്റെ സഹോദരങ്ങളെ, ആ ജോലി ഇല്ലാതെ നിന്നെ കഷ്ടപ്പെടുത്താനല്ല ദൈവം ഈ പീഡനം തന്നേ. ആ ജോലി ഇല്ലാതെ നിന്നെ നിരാശപ്പെടുത്താനല്ല ദൈവം ഈ പീഡനം തന്നേ. ആ ജോലി ഇല്ലാതെ വരുമ്പോഴേ, ആ പൈസ ഇല്ലാതെ വരുമ്പോഴേ, ആ തലമുറയോർത്ത് ഭാരം വരുമ്പോഴേ, ആ ഹസ്ബൻഡിനെ ഓർത്ത് ആവരാതി വരുമ്പോഴേ, നീ അടുത്ത സ്റ്റെപ്പിലോട്ട് കാലെടുത്ത് വെക്കത്തോളെന്ന് തമ്പുരാൻ അറിയാ. അതുകൊണ്ട് ദൈവം അഴിച്ചു വിട്ട പീഡനമാ ഇതെന്ന് വിശ്വസിക്കുന്നവർക്കായി നന്ദിയോടെ ഞാൻ ദൈവത്തിന് സ്തോത്രം പറയുക. അപ്പൊ ഇപ്പൊ യെരൂശലേം അടുത്ത മേഖലകളിലേക്ക് കാലെടുത്ത് വെക്കാൻ തുടങ്ങി. അങ്ങനെ 8-ാമത്തെ അധ്യായത്തിനകത്ത് ഫിലിപ്പോസ് ചെന്ന പട്ടണമാണ് അടുത്ത വാക്യത്തിനകത്ത് കിടക്കുന്നത്. 5-ാം വാക്യം നോക്കിയേക്ക്. ഫിലിപ്പോസ് ശമരിയ പട്ടണത്തിനകത്ത് ചെന്ന് അവരോട് ക്രിസ്തുവിനെ. ഫിലിപ്പോസ് ഇതുവരെ ആരായിരുന്നു അച്ഛാ? അപ്പോസ്തലനാണോ? ആണോ? അല്ല. കാരണം അപ്പോസ്തലന്മാരെ ഒഴികെ എല്ലാവരും എന്ത് ചെയ്തു? ചിതറിപ്പോയി. അപ്പൊ അപ്പോസ്തലന്മാർ ഇപ്പോഴും യെരൂശലേമിനകത്തുണ്ട്, പാസ്റ്റർമാരായി പോയിട്ടില്ല. പിന്നെ ചിതറിപ്പോയവരാരാ? വിശ്വാസികളാ അല്ലെങ്കിൽ തെരഞ്ഞെടുക്കപ്പെട്ട പുരുഷന്മാരൊക്കെ ചിതറിപ്പോയേ. പക്ഷെ 5-ാമത്തെ വാക്യം പറയുന്നു, ഇപ്പൊ ചിതറിപ്പോയ വിശ്വാസികൾ പ്രാസംഗികരായി മാറി. അടുത്ത വാക്യത്തിനകത്ത് എന്നെ രേഖപ്പെടുത്തിയിരിക്കുന്ന അറിയാമോ? അവർ പോയി ശമരിയ പട്ടണത്തിനകത്ത് യേശുവിനെ. ശമരിയ പട്ടണം ദൈവത്തിന്റെ വാഗ്ദത്തം എന്നാ? പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരുമ്പോൾ നീ ആദ്യം യെരൂശലേമില്, യഹൂദിയില്, ശമരിയയില്, ഭൂമിയുടെ വാഗ്ദത്തത്തിന് തൊട്ടു മുമ്പുള്ള സ്ഥലത്ത് വരെ ഇപ്പൊ അവരെത്തി. ശമരിയ പട്ടണത്തിൽ അവർ കയറി. ഈ ചിതറിപ്പോക്ക് അവരുടെ വാഗ്ദത്തങ്ങളിലേക്കുള്ള സ്റ്റെപ്പുകളാക്കി ദൈവം മാറ്റി. ശമരിയ പട്ടണത്തിനകത്ത് അവരെത്തി. യേശുവിനെ പ്രസംഗിച്ചപ്പോൾ വലിയ അത്ഭുതങ്ങളൊക്കെ അവിടെ നടക്കുക. അശുദ്ധാത്മാക്കൾ ബാധിച്ച പലരിൽ നിന്ന് അവർ ഉറക്കം നിലവിളിച്ചു, പുറപ്പെട്ടു. അനേക പക്ഷപാതക്കാരി രോഗികൾ സൗഖ്യമായി. പട്ടണത്തിൽ സന്തോഷമുണ്ടായി. അവിടെ നിർത്തിക്കൊണ്ട് ഞാനൊരു ദൂത് പറയാം. യേശുവിനെ പ്രസംഗിക്കേണ്ടതുപോലെ പ്രസംഗിച്ചാൽ രോഗശാന്തി ഉണ്ടാകും. സ്തോത്രം. യേശുവിനെ പ്രസംഗിക്കേണ്ട പോലെ പ്രസംഗിച്ചാൽ അശുദ്ധ ആത്മാക്കൾ അലറിയോടും. യേശുവിനെ പ്രസംഗിക്കേണ്ടതുപോലെ പ്രസംഗിച്ചാൽ പട്ടണത്തിന്റെ സ്വസ്ഥത തിരിച്ചു വരും. ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞാമോ? സ്തോത്രം. അപ്പോൾ പട്ടണത്തിന്റെ സമാധാനം മടങ്ങി വന്നു. അടുത്ത വാക്യം 9-ാമത്തെ വാക്യം പറയുക, ഷിമോൻ എന്നു പേരുള്ള ഒരു പുരുഷൻ ആ പട്ടണത്തിൽ, അവന്റെ പരിപാടി എന്നാണെന്നറിയാമോ? ആഭിചാരം ചെയ്ത് അവൻ ഇങ്ങനെ മഹാനാന്നും പറഞ്ഞ് നടക്കുക. സ്തോത്രം. എന്നാൽ ഈ ഉണർവൊക്കെ നടന്നപ്പോ ഒരു സംഭവം ഉണ്ടായി. എന്നാണെന്നറിയാമോ? 12-ാമത്തെ വാക്യം. എന്നാൽ ദൈവത്തിന്റെ രാജ്യത്തെയും യേശുക്രിസ്തുവിന്റെ നാമത്തെയും കുറിച്ചുള്ള സുവിശേഷം അറിയിക്കുന്ന ഫിലിപ്പോസ് അവർ വിശ്വസിച്ചപ്പോൾ പുരുഷന്മാരും സ്ത്രീകളും സ്നാനമേറ്റു. അടുത്ത വാക്ക് എന്നാ വായിച്ചേ? ഷിമോൻ താനും സ്നാനമേറ്റ് കർത്താവിനോട്. ആഭിചാരം ചെയ്യുന്നവനും ചർച്ചിനകത്ത് കയറി. ഒരു സ്വതന്ത്രം പറഞ്ഞാട്ടെ. മഹാനെന്ന് പറഞ്ഞ് നാടിനകത്ത് നാട് പറപ്പിച്ചവൻ ഇപ്പൊ ആലയത്തിനകത്ത് കയറി. വലിയ ഉണർവുകൾ ദേശത്തിനകത്ത് സംഭവിക്കപ്പെടുക. ഇങ്ങനെ അത്ഭുതങ്ങളെല്ലാം നടന്നു വന്നപ്പോ ഒരിക്കലും ഈ ഫിലിപ്പോസിനോട് ദൈവം പറഞ്ഞ്, ഞാൻ നിന്നെ മരുഭൂമിക്കകത്ത് കൊണ്ടുപോകാൻ പോവുക. മരുഭൂമിക്കകത്ത് എന്റെ തമ്പുരാനെ നമ്മൾ പോവൂ. സ്തോത്രം. വമ്പൻ ഉണർവ് നടക്കുന്ന സ്ഥലം, മെഗാ ചർച്ച്. സ്തോത്രം. രോഗികളൊക്കെ ഇങ്ങനെ കാൽക്കൽ കൊണ്ടുവെക്കുക. ഫിലിപ്പോസ് പറയുമ്പോഴേ ഭയങ്കര സൗഖ്യം, ഹീലിംഗ് മിനിസ്ട്രി, ഭയങ്കര സംഭവങ്ങൾ നടക്കുക. അപ്പൊ തമ്പുരാൻ ഫിലിപ്പോസിനോട് നടക്കുക, മരുഭൂമിയിലോട്ട്. എന്നോടാ തമ്പുരാൻ ഇത് പറയുന്നെങ്കിൽ ഞാൻ ഒരു 10 പ്രവാചകന്മാരെ കൊണ്ടൊന്നുകൂടെ പ്രാർത്ഥിപ്പിച്ചു നോക്കും. സ്തോത്രം. മരുഭൂമിയിൽ നിന്ന് തന്നെയാണോ ദൈവം പറയുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. സ്തോത്രം. നമ്മൾ പോവും. സേഫ് സോണിനകത്ത് ഇരിക്കുക. എല്ലാ അന്തരീക്ഷം ഓക്കെയാ, ഒന്നിനും ടെൻഷൻ ഇല്ല. ചുമ്മാ നിങ്ങൾ കയറി വന്നാൽ മതി. ഹോളും തുറക്കണ്ട, ഒന്നും വേണ്ട. മൈക്ക് ഓൺ ആക്കണ്ട, ഇവിടെ വൃത്തിയാക്കണ്ട, ഒന്നും വേണ്ട. സ്തോത്രം. നിങ്ങൾ പാസ്റ്റ് കളിക്കാൻ കയറി വന്നാൽ മതി. കറങ്ങുന്ന കസേരക്കകത്തൊക്കെ ഇരുന്ന് ഇങ്ങനെ സമയമാകുമ്പോൾ എഴുന്നേറ്റ്, രോഗിയാരാ? രോഗി. സ്തോത്രം പറഞ്ഞു, പ്രാർത്ഥിച്ചു. അത്ഭുതം. ഭൂതം ഏതാ? ഭൂതം അഴിയുന്നു. അത്ഭുതം. ഇങ്ങനെ പുള്ളി ഭയങ്കര പാസ്റ്റ് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഭൂതം വന്നിട്ട് പറയുന്നു, പരിപാടി ഇല്ല, പരിപാടി നിർത്തിക്കൂ. ശമരിയ പട്ടണത്തിലെ പരിപാടി കഴിഞ്ഞു. ഇനി അടുത്തത് എങ്ങോട്ടാ? ഇനി ഭൂമിയുടെ അറ്റം. അവിടുത്തെ പ്രത്യേകത അത് മരുഭൂമിയിലാണ് തുടക്കം. സ്തോത്രം. ഇങ്ങനെ ആത്മനിയോഗത്തോടെ ഈ മനുഷ്യനെ മരുഭൂമിക്കകത്തേക്ക് ദൈവം കൊണ്ടുപോന്നിറക്കുക. ഇനി ഞാൻ പറയുന്നൊക്കെ നിങ്ങൾ ഭാവനയെ കാണാൻ കാണണം. സ്തോത്രം. ആത്മാവിൽ അത് കാണണം. വമ്പൻ ചർച്ച് വിട്ടൊരു സെൻഡ് ഓഫ് മീറ്റിങ്ങിന് പോലും അറ്റൻഡ് ചെയ്യാതെ ദൈവം പറഞ്ഞതിന്റെ പേരിൽ ഫിലിപ്പോസ് മരുഭൂമിക്കകത്ത് കാലെടുത്ത് വെക്കുക. ഞാൻ ഇതിനകത്തിരിക്കുന്ന കുഞ്ഞുങ്ങളെ നോക്കിയേ പറയാം. കർത്താവ് നിങ്ങൾക്കൊരു നല്ല ജോലിയൊക്കെ തന്ന് നിങ്ങളൊരു നല്ല സാലറിക്കകത്തൊക്കെ ഇരിക്കുമ്പോൾ 10,000, 50,000, 1 ലക്ഷമൊക്കെ സാലറി മേടിക്കും. ഒരു സ്വതന്ത്രം പറഞ്ഞാട്ടെ. പിന്നെ നമ്മൾ മേടിച്ചില്ല, പിന്നെ ആരും മേടിക്കാനാ? സ്തോത്രം. പ്രാർത്ഥിക്കുന്നവന്റെ പിള്ളേരെല്ലാം മേടിക്കും. സ്തോത്രം.
അപ്പൊ നമ്മളൊരു നല്ല സാലറിക്കകത്തൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ അധീനെ, എൻ്റെ അച്ചു, എൻ്റെ അനു, ആമേൻ, എൻ്റെ ഫെബിനെ, ജെബിനെ, പരിശുദ്ധാത്മാവ് നമ്മളോട് പറയാ ജോലിയെല്ലാം വിട്ട് എൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിക്കോ, അടുത്ത ദിവസം തൊട്ട് ബൈബിൾ ക്ലാസ്സിന് വെക്കോ എന്ന് പറഞ്ഞാൽ നമ്മൾ കേൾക്കൂ. ഭാവനയൊന്ന് കണ്ടേ. എൻ്റെ സിജി സിസ്റ്ററെ, ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് ദൂത് പറയാണെന്ന് ചിന്തിക്കും. ഉദാഹരണം കേട്ടോ, ഭാവന ദൂതൊന്നും അല്ല. ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയൊക്കെ നിർത്തിക്കോ, നാളെ തൊട്ട് കുമ്പനാട് ബൈബിൾ കോളേജിൽ പോയിട്ട് MDന്റെ കോഴ്സ് അറ്റൻഡ് ചെയ്തോളൂ എന്ന് പറഞ്ഞ് നമ്മൾ കേൾക്കൂ. സ്തോത്രം. നമ്മൾ പറയും പാസ്റ്ററിന്റെ പ്രവചനമൊക്കെ കൈയിരിക്കട്ടെ, നമ്മൾ പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരും പിന്നെ ഇപ്പോഴത്തെ കടമൊക്കെ വെച്ചുകൊണ്ട് പാസ്റ്റർ ബൈബിൾ കോളേജ് ചുമ്മാതിരിക്കുന്നു. സ്തോത്രം. നമ്മളിത് ബുദ്ധി കൊണ്ട് ഈ ദൂത് എന്ത് ചെയ്യത്തോളം. പക്ഷേ ഷിമാന്റെ അടുത്ത് അല്ലെങ്കിൽ ഫിലിപ്പോസിന്റെ അടുത്തേക്ക് ദൈവത്തിന്റെ ദൂതം എന്ന് പറഞ്ഞപ്പോൾ ഫിലിപ്പോസ് പെട്ടെന്ന് മരുഭൂമിയിലോട്ട് കയറി. ഈ മരുഭൂമിയിലെ പ്രത്യേകത എന്നാന്ന് പറയാം. എന്നിട്ട് ഈ കുറിവാക്യത്തിലേക്ക് വന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ മരുഭൂമിയിലെ പ്രത്യേകത, ഇവിടെ തേരിനോട് ചേർന്ന് നടക്കാൻ ആത്മാവ് ദൂതൻ ഫിലിപ്പോസിനെ നിയോഗിക്കുക. 29ാമത്തെ വാക്യം. ആത്മാവ് ഫിലിപ്പോസിനോട് നീ അടുത്ത് ചെന്ന് തേരിനോട് ചേർന്ന് നടക്കായി എന്ന് പറഞ്ഞു. അടുത്ത വാക്യം എന്നറിയാമോ? ഫിലിപ്പോസ് ഓടിച്ചെല്ലുമ്പോൾ. ഫിലിപ്പോസ്, ഇന്ന് രാവിലെ ഒത്തിരി വട്ടം ഞാൻ ആ വാക്യം തന്നെയും പിന്നെയും ഒക്കെ തിരിച്ചും മറിച്ചും ഒക്കെ വായിച്ചു. ആത്മാവ് പറഞ്ഞത് എന്താ? നീ തേരിനോട് ചേർന്ന് നടക്ക. ഫിലിപ്പോസ് എന്നാ ചെയ്തേ? നടന്നെന്നാണോ? ഓടി. എന്നാ? ഓടി. സ്തോത്രം. ആത്മാവ് ഫിലിപ്പോസിനോട് നീ തേരിനോട് ചേർന്ന് നടക്കാം. പക്ഷെ ഫിലിപ്പോസ് ഓടിച്ചെന്നപ്പനെ 39ാമത്തെ വാക്യം കണക്ട് ചെയ്ത് വായിച്ചേ. 39ാമത്തെ വാക്യം. അവർ വെള്ളത്തിൽ നിന്ന് കയറിയപ്പോൾ കർത്താവിന്റെ ആത്മാവ് ഫിലിപ്പോസിനെ എടുത്തുകൊണ്ടുപോയി. ആത്മാവിനനുസരിച്ച് നീ ഓടാൻ തയ്യാറായാൽ അതേ ആത്മാവ് എല്ലാ നാളും നിന്നെ ഓടിക്കത്തില്ല. ഒരു സമയം കഴിയുമ്പോൾ ആത്മാവ് നിന്നെ ഉള്ളം കരത്തിനകത്ത് എടുത്ത് കൊണ്ടുവെക്കേണ്ട സ്ഥാനത്ത് അവൻ നമ്മുടെ വേരുറപ്പിക്കും. വിശ്വസിക്കുന്നുണ്ടോ? ഇന്ന് രാവിലെ വായിച്ചപ്പോൾ എനിക്ക് ആ വാക്യം അങ്ങനെ സഹോദരിമാരെ മനസ്സിലായത്. ഇപ്പൊ ഭയങ്കര ഓട്ടമാണ് നമ്മള്. എന്റെ തമ്പുരാനെ, നമ്മൾ ചിലപ്പോൾ നാടൻ ഭാഷയെ പറയത്തില്ലയോ, രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടി ഞങ്ങൾ ഓടുന്നത് പോലെ വേറെ ആരും ഓടുന്നില്ല ഭാഷ. എന്റെ തമ്പുരാനെ, രാവിലെ എഴുന്നേറ്റ് ജോലിക്ക് പോകുമ്പോൾ ഇന്നൊരു 10 രൂപയും കൂടെ അഡീഷണൽ കിട്ടണേന്ന് പ്രാർത്ഥിച്ചാൽ നമ്മളീ പലരും പോകുന്നത്. രണ്ടറ്റവും തമ്മിൽ കൂട്ടിമുട്ടിക്കാൻ നമ്മൾ പെടാപ്പാടുപെടുന്ന ഈ കാലഘട്ടത്തിന്റെ ഓട്ടമില്ലയോ? ആത്മാ പറയുന്നു, എല്ലാ നാളും നീ ഓടി നിന്റെ ജീവിതം തീരത്തില്ലെന്ന്. ഇന്ന് രാവിലെ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ വിശ്വസിച്ചു പറ ആമേൻ. ഇന്ന് ഞാൻ ഓടുന്നെങ്കിൽ ഒരു സമയം ആത്മാവ് എന്നെ ഉള്ളം കരത്തിനകത്ത് എടുത്ത് കൊണ്ടുവെക്കേണ്ട സ്ഥാനത്ത് അവൻ എന്നെ കൊണ്ടുവെക്കും. വിശ്വസിക്കുന്ന എത്ര ദൈവമക്കളുണ്ട്? ശക്തിയോടെ ദൈവത്തിന് ഒരു സ്തോത്രം പറയാമോ? ഞാൻ ആ വാക്ക് ഉറപ്പിച്ചു പറയാ. ഓടി നിന്റെ ജീവിതം തളരത്തില്ല. ഓടി നിന്റെ ജീവിതം മടുക്കത്തില്ല. ഓടി നിന്റെ ജീവിതം അവസാനിക്കത്തില്ല. ഇന്ന് നീ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടി പെടാപ്പാട് വിടുക. സൂര്യൻ പൊട്ടി ഉദിച്ചുയരുന്ന സമയം മുതൽ അത് അമ്മേൻ അസ്തമിക്കുന്നത് വരെ നീ തലമുറയോർത്ത് ആപരാധിപ്പെട്ട് നീറി അവസാനിക്കുക. എന്തോ ഇന്ന് രാവിലെ ദൈവാത്മാവ് എന്നോട് പറയുന്നു, ഓടി നിന്റെ ജീവിതം തീർക്കുന്നൊരു ദൈവത്തെ അല്ല നീ ആരാധിക്കുന്നത്. ഇന്ന് നീ മരുഭൂമിക്കകത്ത് ഓടിയവനാണെങ്കിൽ ഒരു സമയം അതേ ആത്മാവതേ നിന്നെ ഉള്ളം കരത്തിനകത്ത് എടുത്തു കൊണ്ടുവെക്കേണ്ട സ്ഥാനത്ത് കൊണ്ടുവെക്കും. എന്ന് വെച്ചാൽ നിന്റെ ക്ഷീണങ്ങളെ അറിയുന്ന ദൈവം, നിന്റെ ഭാരങ്ങളെ അറിയുന്ന ദൈവം, നിന്റെ വ്യതകളെ അറിയുന്ന ദൈവം, നിന്റെ ശരീരത്തിന്റെ അസ്വസ്ഥത അറിയുന്ന ദൈവം ഇന്ന് ബന്ധപ്പെട്ടി സ്റ്റെപ്പ് ചവിട്ടിക്കേറി നീ വന്ന് ഇതിനകത്തിരുന്നെങ്കിൽ ആത്മാവ് ഇന്ന് രാവിലെ ദൂത് കൈമാറ്റം ചെയ്യുന്ന വിശ്വസിക്ക് റോയ് പാസ്റ്റർ. എല്ലാ നാളും ഓടി നമ്മുടെ ജീവിതം തീരത്തില്ല. എല്ലാ നാളും ഓടി നമ്മുടെ ജീവിതം അവസാനിക്കത്തില്ല. സഹിച്ച ആത്മാവ് ഇന്ന് രാവിലെ പറയുന്നു, ഉഷയാന്റി ശക്തമായി പ്രാർത്ഥിച്ച, ഉഷയാന്റി ലീലിയാന്റി പ്രാർത്ഥിച്ചോ. എല്ലാ നാളും ഓടി നമ്മുടെ ജീവിതം അവസാനിക്കത്തില്ല. ഒരിക്കൽ ഓടിയവനെ അതേ ആത്മാവ് ഉള്ളങ്കരത്തിലെടുക്കുന്നൊരു സമയമുണ്ടെന്ന് യേശുവിന്റെ നാമത്തിൽ അജയ് ശക്തമായി പ്രാർത്ഥിക്കുന്ന ഒരു വചനത്തിന്റെ വെളിപ്പാടാണ്. ഇന്ന് രാവിലെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം എന്നോട് പറയുന്നു, എല്ലാ നാളും ഓടി നമ്മൾ തീരത്തില്ല. എല്ലാ നാളും രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പെടാപ്പെടുന്നു. ആ പാട് നമ്മൾ പെടത്തില്ല. എനിക്കറിയാം ആ ദൂതിനകത്ത് ഇന്ന് രാവിലെ ചിലർ ബലപ്പെടുകയാണ്. നീ ചോദിച്ചില്ലയോ എന്റെ ജീവിതം ഇങ്ങനെ അവസാനിക്കുമെന്ന്? ദൈവം പറയുന്നു, ഇല്ല, നിന്റെ ജീവിതം ഇങ്ങനെ അവസാനിക്കത്തില്ല. ഇതേ ആത്മാവ് നിന്നെ ഉള്ളങ്കരത്തിനകത്തെടുക്കും. നിന്നെ കരത്തിനകത്ത് അവൻ എടുക്കും. നിന്റെ കയ്യിലെന്തും അവൻ യേശുവിന്റെ നാമത്തിൽ. ഒരു അമ്മയുടെ ഒക്കത്തൊരു കുഞ്ഞങ്ങനെ ഇരിക്കുന്നേ, ഒരു അമ്മയുടെ മാറത്തിനകത്ത് ഒരു കുഞ്ഞങ്ങനെ ഇരിക്കുന്നേ, അതുപോലെ അവൻ നിന്റെ കരത്തിനകത്ത് എത്തുന്നൊരു സമയം ഉണ്ടാകുമെന്ന് ഓടിയവനോട് ദൈവം പറയാ, ഇനി സ്റ്റെപ്പ് കയറി നീ മടുക്കണ്ട. ആത്മാവ് നിന്നെ ലിഫ്റ്റിനകത്ത് എടുത്തു കൊണ്ടുവെക്കുന്നത് പോലെ അവൻ നിന്നെ ആസ്തോദിനകത്ത് കൊണ്ടുവന്ന് വെക്കും. ക്ഷീണിക്കാൻ ദൈവം സമ്മതിക്കത്തില്ല. കരമൊന്ന് ഉയർത്തി ഒരു കർത്താവിന് സ്തോത്രം പറയാമോ? സ്തോത്രം. കേട്ടോ,
അപ്പോൾ ഫിലിപ്പോസിന് ഈ ആത്മാവ് അസ്തോദിനകത്ത്, എൻ്റെ വിഷയം അതൊന്നുമല്ല, ഞാൻ വേറൊരു കാര്യം പറയാനാവുന്നു, അതും കൂടെ പറഞ്ഞിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം. അപ്പോൾ ഫിലിപ്പോസിന് ആത്മാവ് അസ്തോദിനകത്ത് കൊണ്ടുവന്ന് വെച്ചു. അസ്തോദിനകത്ത് കൊണ്ടുവന്ന് വെച്ചതിന് ശേഷം സംഭവിച്ചൊരു കാര്യമാണ് നമ്മുടെ കുറിവാക്യം 8:40 വാക്യം. ഫിലിപ്പോസിനെ പിന്നെ അസ്തോദിൽ കണ്ടു. ഫിലിപ്പോസിനെ പിന്നെ അസ്തോദിൽ കണ്ടു എന്ന് വെച്ചാൽ ആത്മാവ് എടുത്തുകൊണ്ടുപോയവനെ ഇപ്പൊ അസ്തോദി കണ്ടു. ഇനി അടുത്ത തൊട്ടു മേലത്തെ വാക്യം എന്നാണെന്നറിയാമോ? ആമേൻ, സ്തോത്രം. 39 സെക്കൻഡ് പാർട്ട് നോക്കിയേ. ഷണ്ണൻ അവനെ പിന്നെ കണ്ടില്ല, ഫിലിപ്പോസിനെ പിന്നെ അസ്തോദിൽ കണ്ടു. ഞാൻ ആ വാക്ക് റിപ്പീറ്റ് ചെയ്ത് പറയുക. ഷണ്ണൻ അവനെ പിന്നെ കണ്ടില്ല, ഫിലിപ്പോസിനെ പിന്നെ അസ്തോദിൽ കണ്ടു. ഷണ്ണൻ കണ്ടില്ല, പക്ഷെ ഫിലിപ്പോസ് അസ്തോദി എത്തി. എന്ന് വെച്ചാൽ ഷണ്ണനെ ഞാൻ വിശേഷിപ്പിക്കുന്നത് മാനുഷിക മേഖലകളെ. ആത്മാവ് എടുത്തുകൊണ്ടുപോയവനെ പിന്നെ മനുഷ്യൻ കണ്ടില്ല, പിന്നെ ആത്മാവ് അവനെ നിയന്ത്രിക്കാൻ തുടങ്ങി. എന്ന് വെച്ചാൽ ഇന്ന് രാവിലെ യോഗത്തിനകത്തിരിക്കുന്ന ദൈവമക്കളുടെ തലമുറകളെ നോക്കി ഞാൻ പറയാം, ഇപ്പോഴൊക്കെ ഇവരെ കണ്ണ് കുളിർക്കെ കണ്ടോ? ഞാൻ ഇങ്ങനെയുള്ള വാക്കൊന്നും നേരത്തെ പറഞ്ഞില്ല, ഇത് ആത്മാവി ഞാൻ വിശ്വസിച്ച് പറയുന്ന വാക്കാ. ഇപ്പൊ ഈ പിള്ളേരെയൊക്കെ നിങ്ങൾ കണ്ടോ കേട്ടോ? ബെബിനെയും ജെബിനെ ഏതാണ്ടായിരുന്ന കുരുത്തൊക്കെയാണെങ്കിൽ എല്ലാറ്റിനും ഇപ്പൊ കാണേണ്ടതുപോലെ, ആദ്യം ആകുമ്പോൾ പിള്ളേരൊക്കെ ഇപ്പൊ കാണേണ്ടതുപോലെ കണ്ടോ? ഇപ്പൊ അവരെ കണ്ടോ? കണ്ണ് കുളിർക്കെ കണ്ടോ വച്ചാ ഇനി ഒരു 10 വർഷം കൂടെ കഴിയുമ്പോൾ അവരെ ഒന്നും കാണാൻ കിട്ടുകയില്ലെന്ന്. അവരൊക്കെ ഏതെങ്കിലും രാജ്യത്തിനകത്തിരുന്ന് ഇങ്ങനെ വാട്സാപ്പ് കോൾ ചെയ്തിട്ട് പറയും, മമ്മി നോക്കിക്കേ മഞ്ഞ് പെയ്യുന്ന, നോക്കിക്കേ കണ്ടോ മഞ്ഞ് പെയ്യുന്ന കണ്ടോ എന്ന് വെച്ചാൽ എവിടെങ്കിലും ഒക്കെ നമ്മുടെ തലമുറകളെ ദൈവം വേരുറപ്പിക്കും. പിന്നെ മനുഷ്യർക്ക് അവരെ കാണാൻ കിട്ടത്തില്ലെന്ന് പറഞ്ഞാൽ ആത്മീയ അർത്ഥത്തിൽ നിങ്ങൾ അത് ചിന്തിച്ചിട്ട് പറ. ആമേൻ, സ്തോത്രം. ഇന്ന് അവരെ നോക്കി എന്തോ പിള്ളേരെ പരിപാടിയൊന്നുമില്ലയോ, എന്നും നിങ്ങളിങ്ങനെ പരിപാടി ഇങ്ങനെ നടക്കുവാണോ എന്ന് പറഞ്ഞ നാട്ടുകാരൊക്കെ ഒരു സമയം പറയും, യോ പിള്ളേരെ ഒന്ന് കാണാൻ കിട്ടിയായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞാൽ ആത്മാവ് ഒരുത്തനെ പിടിച്ചാൽ അവനെ സ്വർഗമാ നിയന്ത്രിക്കുന്നത്. വിശ്വസിക്കുന്നവർ കരമൊന്ന് ഉയർത്തി ശക്തിയോടെ പറഞ്ഞ് ഹല്ലേലൂയ. ഞാനിതൊന്നും പാഴ്വാക്ക് പറയല്ല. എത്രയോ അഭിഷക്തന്മാരുടെ അനുഭവം ഞാൻ കേട്ടിട്ടുണ്ട്, എത്രയോ ദൈവദാസന്മാരുടെ അനുഭവം നമ്മൾ കേട്ടിട്ടുണ്ട്. ഒരു സമയത്ത് ആമേൻ നാടിനകത്ത് പണിയൊന്നുമില്ലാതെ തെണ്ടിത്തിരിഞ്ഞ് നടന്നവർ, അങ്ങനെയൊക്കെ വാക്ക് ഉപയോഗിക്കുമ്പോൾ തെറ്റാന്ന് എനിക്കറിയാം, മനസ്സിലാക്കുന്ന ലോക്കൽ ഭാഷ ഞാൻ അങ്ങ് ഉപയോഗിക്കുന്നുള്ളൂ. അച്ഛാ ഒറ്റ കൈലി കൊടുത്ത് ചുമ്മാ റോഡിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നവന്റെ മേൽ അഭിഷേകത്തിന്റെ ശക്തി ദൈവം പകർന്നപ്പോ അവര് പറയാം, ഫ്ലൈറ്റ് കയറി മടുത്തെന്ന്, രാജ്യങ്ങളിൽ പോയി മടുത്തെന്ന്. എന്ന് വെച്ചാൽ ആത്മാവ് ഒരുവനെ നിയന്ത്രിക്കാൻ തുടങ്ങിയാൽ അവന്റെ മുഴുവൻ നിയന്ത്രണവും ആത്മാവായിരിക്കും ഏറ്റെടുക്കുന്നത്. മനസ്സിലാക്കുന്നവർക്കായി സ്തോത്രം. അപ്പോ ഇപ്പൊ ഫിലിപ്പോസിനെ അസ്തോദി കണ്ടു, ഷണ്ണൻ പിന്നെ കണ്ടില്ല. എന്നിട്ട് അടുത്ത വാക്ക് ശ്രദ്ധേയമാ. അവൻ പട്ടണങ്ങൾ തോറും സഞ്ചരിച്ച് സുവിശേഷം അറിയിച്ചുകൊണ്ട് കൈസരിയിലെത്തി. എവിടെത്തി മക്കളെ? കൈസരയിലെത്തി. കൈസരയെ കുറിച്ച് 2-3 കാര്യങ്ങൾ 5 മിനിറ്റ് പറഞ്ഞ് നമുക്ക് യോഗത്തെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. കൈസരയിലെത്തി, എന്നിട്ട് 1-2 വിഷയങ്ങൾക്കൂടെ വേണ്ടി പ്രാർത്ഥിക്കണം. കൈസരയിലെത്തി. ഈ കൈസരിയിൽ ഇപ്പോൾ ഫിലിപ്പോസ് നിൽക്കുകയാണ്. എന്നാൽ ഈ കൈസരിയെ കുറിച്ച് ഇനി അടുത്ത വാക്യം പറയുന്നത് 10-1 വാക്യത്തിലാണ്. വായിച്ചേ, 10-1 വാക്യം. ഇനി നിങ്ങൾ ആ സ്ഥലത്തെ കുറിച്ച് ശ്രദ്ധിച്ചേക്കണം. കൈസരിയിൽ ഇത്താലിക്ക എന്ന പട്ടണത്തിൽ കൊർന്നല്യോസ് എന്ന പേരുള്ളൊരു ശതാധിപൻ ഉണ്ടായിരുന്നു. അടുത്ത വാക്യം. അവൻ ഭക്തനും. എന്റെ ചോദ്യം, ഈ കൈസരിയല്ലേ ഇന്ന് ഇത്താലിക്ക പട്ടണത്തിനകത്ത് ജാതീയ മേഖലയ്ക്കകത്ത് കിടക്കുന്നവൻ എങ്ങനെ അച്ഛാ ദൈവത്തെ ഭയപ്പെടാൻ തുടങ്ങി? അവനെങ്ങനെ? ഈ യെരുശലേമിൽ മാത്രമല്ലേ ഉള്ളായിരുന്നു സുവിശേഷമൊക്കെ, യെരുശലേമിൽ മാത്രമല്ലേ ഉള്ളായിരുന്നു അഭിഷേകം. നിങ്ങൾ വാക്ക് ശ്രദ്ധിക്കുന്നോ? യെരുശലേമിൽ മാത്രമല്ലേ ഉള്ളായിരുന്നു ദൈവശക്തി, യെരുശലേമിൽ മാത്രമല്ലേ ഉള്ളായിരുന്നു ദൈവകൃപ. ഇവിടെ അല്ലയോ പരിശുദ്ധാത്മ പറഞ്ഞു, ഇവിടെ ഈ യെരുശലേം അല്ലയോ യേശുവിനെ അറിഞ്ഞേ. പക്ഷേ ഈ കൈസരിയ എന്ന ജാതീയ പട്ടണത്തിൽ ഒരു ശതാധിപൻ എങ്ങനെ യേശുവിനെ ദൈവത്തെ ഭയപ്പെടാൻ തുടങ്ങിയേ? ഒറ്റ കാര്യം, ആ പട്ടണത്തിൽ 8-ാം അധ്യായത്തിനകത്ത് ഒരു മനുഷ്യൻ ചെന്ന് കയറി. അവന്റെ പേര് ഫിലിപ്പോസ് എന്ന. ഫിലിപ്പോസ് ആ പട്ടണത്തിനകത്ത് ചെന്ന് കയറിയ കാരണത്താൽ ആ പട്ടണത്തിൽ ചില മാറ്റങ്ങൾ സംഭവിക്കപ്പെടാൻ തുടങ്ങി. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാവിലെ വിശ്വസിക്കുന്നവരെ നോക്കി ഞാൻ പറയാം, അഭിഷേകമുള്ളവന്റെ കാല് ഒരു പട്ടണത്തിനകത്ത് എടുത്തു വെച്ചാൽ ആ ദേശത്തിന്റെ പ്രധാനപ്പെട്ട ആധിപത്യങ്ങളെ ദൈവം ഇളക്കി പുറത്തു കൊണ്ടുവരും. ഇത് ദൈവത്തിന്റെ അഭിഷക്തന്മാരോട് ഞാൻ പറയുന്ന ദൂത, നിങ്ങൾ ദൈവശക്തിയുള്ളവരാണെങ്കിൽ വിശ്വസിക്കുന്ന നിങ്ങളുടെ കാല് ഒരു ഓഫീസിനകത്ത്, ഒരു റൂമിനകത്ത്, ഒരു ഹോസ്പിറ്റലിനകത്ത്, ഒരു സ്കൂൾ സ്ഥാപനത്തിനകത്ത് അഭിഷേകമുള്ളവന്റെ കാലെടുത്തു വെച്ചാൽ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയെ ദൈവം അഴിച്ചു പുറത്തു കൊണ്ടുവരുമെന്ന് വിശ്വസിക്കുന്നവർ ചേർന്ന് ശക്തിയോടെ ദൈവത്തിന് സ്തോത്രം പറഞ്ഞാട്ടെ. ഏറ്റവും പ്രധാനപ്പെട്ടയാള്, ആ പട്ടണത്തിന്റെ മെയിൻ ആള്, ആ മനുഷ്യനെ തമ്പുരാൻ അഴിച്ചു പുറത്തു കൊണ്ടുവന്നു. ആ മനുഷ്യൻ ഇപ്പൊ ദൈവത്തെ ഭയപ്പെടുകയാ. 24-ാമത്തെ വാക്യം വായിച്ചേ, 10-ന്റെ 24-ാമത്തെ വാക്യം വായിച്ചേ. പിറ്റേന്നാൾ കൈസരിയിലെത്തി. അവിടെ
സ്നേഹിതന്മാരെയും വിളിച്ചു കൂട്ടി വരുത്തി, എന്നിട്ട് അവർക്കായിട്ട് കാത്തിരുന്നു. എന്തിനാ ഈ കാത്തിരിപ്പ്? എന്തിനാ ഈ കാത്തിരിപ്പ്? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ഇവർ പ്രാപിപ്പാനുള്ള കാത്തിരിപ്പ. എന്ന് വെച്ചാൽ യേശുവിനെ അറിയാത്തൊരു ജാതീയ പട്ടണം ഇപ്പൊ കർത്താവിനെ കാത്തിരിക്കുന്ന പട്ടണമായി മാറി. ഇന്ന് രാവിലെ ഞാൻ കൈസരിയെ കുറിച്ചാ പറയുന്നെങ്കിലും നിങ്ങൾ ആ ദൂതിനെയെല്ലാം തിരിക്ക്, ആ ദൂതിനെയെല്ലാം ഒന്ന് തിരിച്ച് ആ കൈസരിയുടെ സ്ഥാനത്ത് നിങ്ങളുടെ പേരൊന്ന് എഴുതി ചേർക്ക്. യേശു നമ്മുടെ ജീവിതത്തിനകത്ത് വന്നപ്പോ, കർത്താവ് നമ്മുടെ ജീവിതത്തിനകത്ത് വന്നപ്പോ, നമ്മുടെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട ചില പ്രമാണിമാരെ ദൈവം പുറത്തു കൊണ്ടുവന്നു. വിശ്വസിക്കുന്നവർക്കായി സ്തോത്രം. ഇപ്പൊ നമ്മൾ ഒരു കാത്തിരിപ്പിന്റെ സ്ഥലമായി മാറി. എന്തുവാ കാത്തിരിപ്പ്? നമ്മൾ പരിശുദ്ധാത്മാവിനെ കാത്തിരിക്കുന്ന ഒരു കേന്ദ്ര ബിന്ദുവായി മാറി. യേശുവിന്റെ നാമത്തിൽ 21:8 വാക്യം വായിച്ചേ. കൈസരിയെ കുറിച്ച് പിന്നെ അവിടെയാ കിടക്കുന്നത്. 21:8 വാക്യം. 21:8 വാക്യം. ഞങ്ങൾ പുറപ്പെട്ട് കൈസരിയിലെത്തി. അഭിഷക്തന്മാര് പൗലോസ് പറയാ, ഞങ്ങൾ പുറപ്പെട്ട് അവിടെ എത്തി, കൈസരിയിലെത്തി. കൈസരിയിലെത്തി. എന്നിട്ട് അടുത്ത വാക്ക്, 7 ഒരുവനായ ഫിലിപ്പോസ് എന്ന സുവിശേഷകന്റെ വീട്ടിൽ ഞങ്ങൾ അവനോടുകൂടെ. ഇനി ഞാൻ പറയുന്ന വാക്കിനെ ശ്രദ്ധിച്ചേക്കണം. ഇരിക്കുന്ന ചിലരോടൊരു ദൂതാക്കി ഞാൻ പറയാം. ആമേൻ, സ്തോത്രം. ഈ സ്ഥലത്തിനകത്ത് ആദ്യം ഫിലിപ്പോസ് ചെന്നപ്പോ വീടുണ്ടായിരുന്നു വച്ചാ? വീടില്ലായിരുന്നു. കൂടുണ്ടോ? കൂടുമില്ല, വീടുമില്ല, ഒന്നുമില്ല. ഒരു ആത്മനിയോഗത്തോടൊരു പട്ടണത്തിനകത്ത് കയറി അവിടെ പ്രവർത്തനം തുടങ്ങി. അവിടെ യേശുവിനെ പ്രസംഗിച്ചു. വലിയ ദൈവപ്രവൃത്തിയൊക്കെ ദൈവം അയച്ചു. അവിടെ എത്തിയെന്ന് മാത്രമേ നമ്മൾ തുടക്കവാക്യത്തിൽ വായിച്ചു. വായിക്കുന്നവനൊരു ആശങ്ക ജനിക്കും. ഇവിടെ എത്തിയ ഫിലിപ്പോസിനെ എന്തോ ചെയ്തു? അവനെല്ലാം വിറ്റിട്ട് പോയോ? അവിടെ എത്തിയവൻ അവൻ നിരാശനായോ? അവിടെ എത്തിയവന്റെ ജീവിതം അവസാനിച്ചോ? ഇല്ല. ആത്മനിയോഗത്തോടെ കൈസരയ്ക്കകത്ത് എത്തിയവനെ നോക്കി 21-ാം അധ്യായം പറയാ, അവൻ ആ പട്ടണത്തിൽ ഒരു വീട് ദൈവം കൊടുത്തു. ഒരു സ്വത്രം പറയാമോ? ആ പട്ടണത്തിനകത്ത് ദൈവം അവനൊരു ഇരിപ്പിടം കൊടുത്തു. ആത്മനിയോഗത്തിൽ യാത്ര ചെയ്യുന്നവനെ അനാഥനായി തള്ളുന്ന ദൈവത്തെ അല്ല ഇന്ന് രാവിലെ നമ്മൾ ആരാധിക്കുന്നത്. മനസ്സിലാകുന്നോ? നീ പരിശുദ്ധാത്മ നിയോഗത്തിലല്ലയോ മരുഭൂമിക്കകത്ത് കയറിയത്? നീ ആത്മനിയോഗത്തിലല്ലയോ തേരിനോട് ചേർന്ന് നടന്നത്? നീ അഭിഷേകത്തിലല്ലയോ അതിനോട് കൂടെ ഓടിയത്? നീ ആത്മാവ് പറഞ്ഞതിനനുസരിച്ചല്ലയോ ശുശ്രൂഷയ്ക്കിറങ്ങിയത്? നീ ആത്മാവ് പറഞ്ഞതുകൊണ്ടല്ലയോ വീട് വിറ്റത്? നീ ആത്മാവ് പറഞ്ഞതല്ലയോ സ്വോത്രാഴ്ച ഇട്ടത്? പരിശുദ്ധാത്മാവ് പറഞ്ഞിട്ടാ നീ സഭയ്ക്ക് വേണ്ടി ചില കാര്യങ്ങൾ ചെയ്തതെങ്കിൽ നിന്നെ ഉപേക്ഷിക്കുന്ന ഒരു ദൈവത്തെ അല്ല ഇന്ന് രാവിലെ നീ ആരാധിക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? ആത്മാവ് ഇന്ന് രാവിലെ എന്നോട് ഉറപ്പിച്ചു പറയാൻ പറയുന്നു, ദൈവ നിയോഗത്തിൽ യാത്ര ചെയ്തവർ ഈ യോഗത്തിനകത്തുണ്ട്. അഭിഷേകത്തിൽ യാത്ര ചെയ്തവർ ഈ യോഗത്തിനകത്തുണ്ട്. എന്ത് നടന്നാലും പരിശുദ്ധാത്മാവിനോട് കാര്യങ്ങൾ ചോദിച്ചിട്ട് മൂവ് ആകുന്നവർ ഈ മീറ്റിംഗിനകത്തുണ്ട്. അത് പാസ്റ്റർമാർക്ക് അറിയത്തില്ല, നിന്റെ കൂടപ്പുറപ്പുകൾക്ക് അറിയത്തില്ല. നീ എന്ത് നടന്നാലും ദൈവത്തിന്റെ ആത്മാവിനോട് ചോദിച്ച് കാര്യങ്ങൾ ചെയ്യുന്നവനാ. ഇന്ന് രാവിലെ ആത്മാവ് പറയുന്നു, പരിശുദ്ധാത്മാവിനോട് നീ സംസാരിച്ചിട്ട് കാലെടുത്തു വെച്ചതെങ്കിൽ നിന്നെ അനാഥനായി ദൈവം തള്ളിക്കളയത്തില്ല. ഈ പട്ടണത്തിൽ ആർക്ക് ദൈവം വീട് കൊടുത്തില്ലെങ്കിലും ആത്മാവിന്റെ നിയോഗം അനുസരിച്ച് കാലെടുത്തു വെച്ച നിനക്ക് ഈ പട്ടണത്തിനകത്ത് വേരുറയ്ക്കുന്ന ഒരു വീട് ദൈവം തരും യേശുവിന്റെ നാമത്തിൽ. ഇതൊരു പ്രവചന ശബ്ദമാകട്ടോ. വിഷയത്തിനകത്ത് വേരുറപ്പിക്കാൻ എന്റെ ദൈവത്തിന്റെ കരം ഇന്ന് രാവിലെ ചലിക്കുമെന്ന് ആത്മാവ്. ആ പ്രസംഗം നിങ്ങൾ കേട്ടില്ലേ? സാരമില്ല. ആ ദൂതിനെ ഇന്ന് രാവിലെ ആത്മാവിൽ സ്വീകരിച്ചിട്ട് പറപ്പായേ, ഞാൻ ആത്മാവിന് വിരോധമായി ചെയ്തിട്ടില്ല, ഞാൻ പരിശുദ്ധാത്മാവിന് വിരോധമായി ചലിച്ചിട്ടില്ല, ഞാൻ ആത്മനിയോഗത്തിൽ മൂവായവനാ. എന്നോട് ദൈവം പറഞ്ഞതിന്റെ പേരില്ല ഞാൻ ആ കാര്യം ചെയ്തത്. എന്നോട് ദൈവം പറഞ്ഞതിന്റെ പേരില്ല ഞാൻ സ്റ്റെപ്പ് എടുത്തു വെച്ചത്. ആമേൻ. ജാതികൾ നിന്നെ നോക്കി പറഞ്ഞു, നീ ചെയ്തത് മണ്ടത്തരമാ, നീ സ്നാനപ്പെട്ടത് മണ്ടത്തരമാ, നീ രക്ഷിക്കപ്പെട്ടത് മണ്ടത്തരമാ, നീ ചർച്ചിനകത്ത് പോയത് മണ്ടത്തരമാ. ജാതികൾ എന്നോട് പറഞ്ഞു. പക്ഷേ എന്റെ അകത്തൊരു ഭയങ്കര ഉറപ്പുണ്ടല്ല, എന്നോട് പരിശുദ്ധാത്മാവ് പറഞ്ഞിട്ടാ ഞാൻ ഇതെല്ലാം ചെയ്തത്. ആത്മാവ് പറഞ്ഞിട്ടാ നീ അത് ചെയ്തതെങ്കിൽ നിന്നെ തമ്പുരാൻ തള്ളിക്കളയത്തില്ലെന്ന് പ്രാർത്ഥിക്കും. കുഞ്ഞുങ്ങൾ എല്ലാം ദൈവമക്കളും പ്രാർത്ഥിക്കുക, തലമുറകളെല്ലാം പ്രാർത്ഥിക്കും. മക്കളെ യൗവനക്കാരെല്ലാം പ്രാർത്ഥിക്കുക. നീ ആത്മാവിനനുസരിച്ച് മൂവ് ആകുന്നവനാണോ? നീ പരിശുദ്ധാത്മാവിനനുസരിച്ച് ചലിക്കുന്നവനാണോ? ആമേൻ. നിന്നെ ഈ പട്ടണത്തിനകത്ത് വേരുറപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. പല പ്രാവശ്യങ്ങൾ ഞാൻ സാക്ഷ്യം പറഞ്ഞിട്ടുള്ള ഒരാളല്ലേ. ഞാൻ ഈ ദേശം എത്രയോ പ്രാവശ്യം വിട്ടുപോകാൻ ആഗ്രഹിച്ചതാ. ഈ ദേശം ഞാൻ മനസ്സ് മടുത്ത ഒരാളാ. ഇവിടെ എനിക്ക് വേണ്ട എന്ന് ചിന്തിച്ച ഒരാളാ. അപ്പോഴും മറുഭാഗത്തിനകത്ത് നിറഞ്ഞു നിൽക്കുന്ന 100 കണക്കിന് ഓഫറുകൾക്കകത്ത് കൈ കൊടുക്കാൻ മാനുഷിക രീതിയിൽ ആഗ്രഹിച്ച ഒരാളാ. പക്ഷെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം പറഞ്ഞു, മാനുഷിക രീതിയിൽ നീ ആ ഓഫറിന് കൈ കൊടുത്താൽ നിന്റെ ശുശ്രൂഷ അവസാനിക്കൂ. ഇതേ പട്ടണത്തിൽ ഞാൻ നിന്നെ വേരുറപ്പിക്കൂ. ഇതേ ദേശത്തിനകത്ത് ഞാൻ നിന്നെ കൊണ്ട് കല്ല് സ്ഥാപിക്കും. ഇതേ
സ്ഥലത്തിനകത്ത് ഞാൻ നിനക്ക് വേണ്ടി ആലയത്തെ പുറത്തു കൊണ്ടുവരൂ. എന്നോട് ദൂത് പറഞ്ഞ ദൈവം വിശ്വസനാണെന്ന് എനിക്കറിയാം അച്ഛാ. മനുഷ്യന്റെ പിൻബലം നമുക്കില്ലെങ്കിലോ, ആൾബലം നമുക്കില്ലെങ്കിലോ, പോക്കറ്റിലെ പണം നമുക്കില്ലെങ്കിലും ആത്മാവിനനുസരിച്ച് യാത്ര ചെയ്തവനാ നീയെങ്കിൽ നിന്നെ ലജ്ജിപ്പിക്കുന്ന ദൈവത്തെ അല്ല നീ ആരാധിക്കും. ഇന്ന് രാവിലെ ആ ദൂത് ഞങ്ങളുടെ സഭയുടെ മേലൊന്ന് വാഴണമേ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. അടുത്ത വാക്ക് ഞാൻ നിങ്ങളെ വാച്ച് കേൾപ്പിച്ച് അവസാനിപ്പിക്കട്ടെ. അടുത്ത വാക്ക് ഇങ്ങനെയാ ആമേൻ എഴുതിയിരിക്കുന്നത്. ആമേൻ അവിടെ സുവിശേഷകനായ വീട്ടിൽ ചെന്നു. സുവിശേഷകന്റെ ഇപ്പൊ ഫിലിപ്പോസ് ആരായി മാറിയാച്ചാ? ഫിലിപ്പോസ് ഇപ്പൊ സുവിശേഷകനായി മാറി. ആത്മനിയോഗത്തിൽ യാത്ര ചെയ്തവന്റെ മേലൊരു പദവി ദൈവം എഴുതി ചേർത്തു. അഭിഷേകത്തിൽ യാത്ര ചെയ്തവന്റെ പേരിൽ ഒരു പദവി എഴുതി ചേർത്തു. മക്കളെ, നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ നിങ്ങളുടെ സാധാരണ പേരിന്റെ കൂടെ എന്റെ യേശുവിന്റെ പദവി ഇന്ന് രാവിലെ എഴുതി ചേർക്കണമെന്ന്? ഡോക്ടർ എന്നല്ല, റവറന്റ് എന്നല്ല, നീ സുവിശേഷകൻ എന്ന് പറയുന്ന പേര് ഇപ്പൊ നിന്നോടുകൂടെ ദൈവം എഴുതി ചേർത്തു. അടുത്ത വാക്ക് എനിക്ക് ഭയങ്കര സന്തോഷം ഉണ്ടായ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ 9-ാം വാക്യത്തെ കരം വെച്ചോ. ഞാൻ വായിക്കാൻ പോകും. 9-ാം വാക്യത്തിൽ കരം വെച്ചോ നിങ്ങൾ. ഞാൻ വായിക്കാൻ പോവുക. അവന് കന്യകമാരും പ്രവചിക്കുന്നവരുമായ 4 പുത്രിമാരുണ്ടായിരുന്നു. ആത്മയോഗത്തിൽ യാത്ര ചെയ്തവന്റെ തലമുറയെ പ്രവാചകിമാരാക്കി ദൈവം മാറ്റി. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. എന്ന് വെച്ചാൽ പരിശുദ്ധാത്മാവിൽ മൂവാകുന്ന നിന്റെ തലമുറയുടെ മേൽ ദൈവത്തിന്റെ ആത്മശക്തി അവൻ പകരാൻ ശക്തനാണ്. ഫിലിപ്പോസിന് ഇതിനേക്കാൾ സന്തോഷം വേറെ എന്നാ വേണം? പറ. മക്കൾ ഡോക്ടറായി എന്ന് പറയുന്നതിനേക്കാൾ, തലമുറ എഞ്ചിനീയറായി എന്ന് പറയുന്നതിനേക്കാൾ ഇല്ലയോ പച്ച? മക്കളൊക്കെ ആമേ സ്തോത്രം ഏതെങ്കിലുമൊക്കെ രാജ്യത്തിനകത്ത് ചെന്ന് 10 പുത്തനുണ്ടാക്കിയെന്ന് പറയുന്നതിനേക്കാൾ എൻ്റെ അപ്പച്ച എന്നാ സന്തോഷ എൻ്റെ തലമുറകൾ യേശുവിനെ പ്രസംഗിക്കുന്ന പ്രവാചകന്മാരായി എന്ന് പറയുന്നത്. എൻ്റെ തലമുറ കർത്താവിന്, ഞാൻ എപ്പോഴും ഇവിടെ പറയുന്ന വാക്ക, വേറെ ഏത് ജോലിക്ക് റിട്ടയർമെന്റ് ഉണ്ട് സഹോദരങ്ങളെ? 60 വയസ്സാകുമ്പോൾ നിന്നെ പിടിച്ച് വീട്ടിനകത്ത് ഇരുത്ത് നീ ഏത് ജോലിക്ക് പോയാലും. പക്ഷെ സുവിശേഷ വേലയുടെ പ്രത്യേകത, നിനക്കൊരു റിട്ടയർമെന്റും ഇല്ല. കണ്ണടയുന്നത് വരെ നിനക്ക് മിനിസ്റ്റർ ചെയ്യാൻ കഴിയും. ഇന്ന് രാവിലെ പ്രാർത്ഥിച്ചിട്ട് പറ, നീ ആത്മനിയോഗത്തിൽ യാത്ര ചെയ്തവനാണെങ്കിൽ നിനക്കൊരു വീട് തമ്പുരാൻ തരും. ദേശത്തിനകത്ത് നിന്റെ വേര് ദൈവം ഉറപ്പിക്കും. കൈസരിക്കകത്ത് നിന്റെ സ്ഥിതിയെ ദൈവം മാറ്റും. ഒരിക്കൽ കൈസരിക്കകത്ത് കയറിയ നിന്റെ അന്തരീക്ഷത്തെ ദൈവം ചേഞ്ച് ചെയ്യും. നിന്റെ പുത്രിമാരെ പ്രവാചകിമാരാക്കി ദൈവം മാറ്റും. ചേർന്ന് ഹല്ലേലൂയ. സ്തോത്രം. ഫിലിപ്പോസിനെ ദൈവം വേര് ഉറപ്പിച്ചു. കണ്ണുകളെല്ലാം അടച്ചേ, കണ്ണുകളെല്ലാം അടച്ചേ. ജീസസ്. കരങ്ങളെല്ലാം ഒന്ന് മലർത്തി പിടിച്ചിട്ട് പറപ്പാ, ഞാൻ ആത്മനിയോഗത്തിൽ യാത്ര ചെയ്തവനാ, ഞാൻ അഭിഷേകത്തിൽ യാത്ര ചെയ്തവനാ. എത്ര പേര് പറയും ഞാൻ ആത്മനിയോഗത്തിൽ യാത്ര ചെയ്തവനാ, ഞാൻ അഭിഷേകത്തിൽ യാത്ര ചെയ്തവനാ? എൻ്റെ ആശ്രയം മനുഷ്യനിലല്ല, എൻ്റെ ആശ്രയം ദൈവത്തിലാണ്. ഒരിക്കലും വലിയ ശമരിയ പട്ടണം വിട്ട്, കണ്ണുകളെല്ലാം അടഞ്ഞിരിക്കട്ടെ, മരുഭൂമിക്കകത്ത് ഫിലിപ്പോസിനെ പരിശുദ്ധാത്മാവ് ഇറങ്ങിയപ്പോൾ തനിക്കറിയത്തില്ലായിരുന്നു അച്ഛാ ദൈവം എന്തിനാണ് തന്നെ മരുഭൂമിക്കകത്ത് ഇറക്കിയതെന്ന്. പക്ഷേ ആത്മാവനെ അസ്തോദിനകത്ത് എടുത്തുകൊണ്ട് പോയപ്പോഴും ഫിലിപ്പോസിന് അറിയത്തില്ല എന്തിനാണ് പരിശുദ്ധാത്മാവ് തന്നെ അസ്തോദി കൊണ്ട് നിർത്തുന്നതെന്ന്. ആത്മാവിൽ ഇവനങ്ങ് യാത്ര ചെയ്യുക. ഒരു കാറ്റടിക്കുന്നത് പോലെ, കാറ്റിന്റെ ദിശയ്ക്കനുസരിച്ചൊരു പായ്ക്കപ്പൽ മൂവാകുന്നത് പോലെ. ഇന്ന് രാവിലെ യോഗത്തിനകത്തിരിക്കുന്ന നമ്മളോട് പരിശുദ്ധാത്മാവ് ചോദിക്കുക, കാറ്റിന്റെ ഗതി അനുസരിച്ച് മൂവാകുന്ന ഒരു പായ്ക്കപ്പലാണോ നീ? പരിശുദ്ധാത്മാവിന്റെ ഗതി തിരിക്കുന്നതിനനുസരിച്ച് തിരിയുന്ന ഒരു ആത്മശക്തിയാണോ നമ്മുടെ അകത്ത് വ്യാപരിക്കപ്പെടുന്നത്? നീ മനുഷ്യന്റെ അഭിപ്രായം കേട്ട് കൊടയാൻ ദൈവം സമ്മതിക്കത്തില്ല. മനുഷ്യന്റെ വാക്കുകൾ കേട്ട് നിരാശപ്പെടാൻ നീ സമ്മതിക്കത്തില്ല. നീ ഇപ്പോ ശാസ്ത്രോദിനകത്ത് വരുമ്പോ ഒരു പക്ഷെ നിന്നെ അറിയാവുന്നവർ നിന്നോട് ഫോൺ ചെയ്ത് ചോദിക്കും, എന്തോ ഫിലിപ്പോസ് ഇപ്പൊ എവിടാ? ഫിലിപ്പോസ് പറയും, ഇപ്പൊ അസ്തോദിലോ എന്തോ ഉള്ളേ. ഫിലിപ്പോസ് പിന്നെ പറയും, ഞാനിപ്പോ കൈസരിയ പട്ടണത്തിലാ. അസ്തോദ് നീ വിട്ടിപ്പോ കൈസരിയിലാണോ? കൈസരിയിൽ എന്തോ ഉള്ളേ? ഫിലിപ്പോസ് പറയും, കൈസരിയിൽ ഒന്നുമില്ല, കൈസരിയിൽ ആരുമില്ല, കൈസരിയിൽ അറിയാവുന്നവരില്ല, കൈസരിയിൽ രക്തബന്ധങ്ങളില്ല. പക്ഷെ ദൈവം എന്നെ കൈസരിയിൽ ഇപ്പൊ നിർത്തിയിരിക്കുന്നേ. ചോദ്യങ്ങൾ ഒത്തിരിയാ ഫിലിപ്പോസിന്റെ മുമ്പിൽ. എന്തിന് വന്നെന്ന് ഫിലിപ്പോസിന് അറിയത്തില്ല, എന്തിന് കാലെടുത്ത് വെച്ചെന്ന് ഫിലിപ്പോസിന് അറിയത്തില്ല, എന്തിന് കൈസരിയിൽ ദൈവം കൊണ്ടുവന്നെന്ന് ഫിലിപ്പോസിന് അറിയത്തില്ല. പക്ഷെ ഇന്ന് രാവിലെ ഈ വചനം ധ്യാനിച്ച് 21-ാം അധ്യായം വരെ എത്തിയപ്പോ എന്റെ കണ്ണിന് സന്തോഷം വന്നച്ചാ. 8-ാം അധ്യായത്തിൽ എന്തിന് കൈസരിയിൽ എത്തി എന്നുള്ള ചോദ്യം ഫിലിപ്പോസിന് മുമ്പിൽ ചോദ്യചിഹ്നമായി ഉയർന്നു നിൽക്കുമ്പോ 21-ാം
അധ്യായം ദൈവം അവന് മറുപടി കൊടുത്തു. ഈ പട്ടണത്തിൽ ദൈവം നിനക്കൊരു ഇരിപ്പിടം തരാൻ വേണ്ടിയാ നിന്നെ കൊണ്ടുവന്നേ, ഇവിടെ ഒരു വീട് തരാൻ വേണ്ടിയാ ദൈവം നിന്നെ കൊണ്ടുവന്നേ, നിനക്ക് പ്രവചിക്കുന്ന 4 പുത്രിമാരെ തരാൻ വേണ്ടിയാ ഈ പട്ടണത്തിൽ ദൈവം നിന്നെ കൊണ്ടുവന്നേ. ചില ചോദ്യങ്ങൾക്കുള്ള മറുപടിയാകട്ടെ ഈ ആഴ്ച, ചില ചോദ്യങ്ങൾക്കുള്ള മറുപടിയാകട്ടെ ഈ ആഴ്ച. കണ്ണുകളെല്ലാം അടച്ച് പ്രാർത്ഥിച്ചേ. ഒരു ദൈവദാസൻ എന്ന നിലയിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്തോത്രം ചൊല്ലി പ്രാർത്ഥിക്കുക. ചില ചോദ്യങ്ങളുടെ മറുപടിയാകട്ടെ ഈ ആഴ്ച, ചില ചോദ്യങ്ങളുടെ മറുപടിയാകട്ടെ ഈ ആഴ്ച. മനസ്സിനകത്ത് കയറിയ എന്തിനെന്നെ ദൈവം കൊണ്ടുവന്നു, എന്തിന് ദൈവം എന്നെ ഇവിടെ വേരുറപ്പിച്ചു, എന്തിന് എനിക്കറിയാം. ഇതിനകത്തിരിക്കുന്ന മെജോറിറ്റി ദൈവമക്കൾ, നമ്മുടെ സഭയുടെ ഒരു പ്രത്യേകത എന്നാണെന്നറിയാമോ? ഈ ദേശത്ത് ജനിച്ചു വളർത്തപ്പെട്ടവരല്ല നമ്മുടെ സഭയിലിരിക്കുന്ന മെജോറിറ്റി ദൈവമക്കൾ. നിങ്ങൾക്കറിയാമോ ആ യാഥാർത്ഥ്യം? സഭയുടെ പേര് പറഞ്ഞ്, സഭയിലിരിക്കുന്ന കുടുംബങ്ങളുടെ പേര് പറഞ്ഞ് പലപ്പോഴും ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യം വരുന്നൊരു ചിന്തയാ, നമ്മുടെ സഭയ്ക്കകത്ത് ദൈവം കൊണ്ടുവന്നിരിക്കുന്ന ദൈവമക്കളുടെ ഏറ്റവും വലിയ പ്രത്യേകത, അവർ ഈ ദേശത്തുള്ളവരല്ല, ഈ ദേശത്ത് ജനിച്ചു വളർത്തപ്പെട്ടവരല്ല. കർത്താവിന്റെ ദാസ റോയി പാസ്റ്ററിനെ നോക്ക്, ചെങ്ങമനാടല്ല തന്റെ ദേശം, പക്ഷെ ആ ദേശത്ത് ദൈവം തന്നെ കൊണ്ടുവന്നു. എന്തിനെന്നുള്ള വലിയ ചോദ്യം ഇന്നലകളിൽ ഉണ്ടായിരുന്നു. പക്ഷെ ഈ വചനത്തെ വിശ്വസിച്ച് പറ, ഇവിടെ ദൈവം ഞങ്ങളുടെ വേരുറപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. യേശുവിന്റെ നാമത്തിൽ ഇതിനകത്തിരിക്കുന്ന പല ദൈവമക്കളെ നോക്കി ഞാൻ പറയാം, വത്സമാമേ, നമ്മുടെ സ്ഥലമൊന്നുമല്ല ഇത്, പക്ഷേ ദൈവം നമ്മളെ ഈ സഭയ്ക്കകത്തും ഈ ദേശത്തിനകത്തും വേരുറപ്പിച്ചതാ. എന്തിനാണെന്നറിയാമോ? ഒറ്റയ്ക്കിരിക്കുമ്പോ ചില ചിന്തിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള മറുപടി 21 അധ്യായത്തിൽ ദൈവം തന്നു മാനിക്കാൻ വേണ്ടിയാ. പ്രാർത്ഥിച്ചോ. അടകം ഷാതകനം ഭാനകസ്തനം ഷമാനകസ്തനം ഭേനകസ്യാമനെ പിതാമാതാവിനാ ഞാൻ സ്തോത്രം ചൊല്ലി പ്രാർത്ഥിക്കുന്നപ്പാ. ആമൻ. ഇന്ന് ഞങ്ങൾ വായിച്ചതുപോലെ ഇപ്പൊ ഞങ്ങൾക്ക് ദേശത്ത് സ്വന്തമായി ഇരിപ്പിടമില്ല, പക്ഷെ ഞങ്ങൾ വിശ്വസിക്കുന്നു ദേശത്തിനകത്ത് വേരുറയ്ക്കുന്നൊരു വീട് ഫിലിപ്പോസിന് ദൈവം കൊടുത്തതുപോലെ പ്രിയ മാതാവിനെ കൊടുക്കേണ്ടതിനായി സ്തോത്ര. മകൾ സ്നേഹയ്ക്കായി പ്രാർത്ഥിക്കുന്നു. ഇന്ന് നിന്റെ ദൈവം എന്നെ വീട്ടിലിരുത്തിയെന്ന് എനിക്കറിയത്തില്ല, ഇന്ന് ആ കോഴ്സ് ദൈവം എന്നെ പഠിപ്പിച്ചെന്ന് എനിക്കറിയത്തില്ല, ഇന്ന് എന്നെ കൊണ്ട് കാര്യങ്ങൾ ചെയ്യിപ്പിച്ചെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ ഞാൻ വിശ്വസിക്കുന്നു ഇന്ന് എന്റെ മുമ്പിൽ ചിലത് ചോദ്യചിഹ്നങ്ങളാണെങ്കിലും ദൈവം എനിക്ക് ഇറക്കിയോ വിഷയത്തിനകത്ത് ഉത്തരങ്ങൾ നൽകി മാനിക്കുന്ന ഒരു 21 അധ്യായത്തിലേക്ക് ദൈവം എന്നെ കൊണ്ടുവരികയാ. പ്രാർത്ഥിച്ച മകളെ അച്ചു, യേശുവിന്റെ നാമത്തിൽ ഇന്ന് ദൈവം എന്നെ ഈ വീട്ടിൽ താമസിപ്പിച്ചെന്ന് എനിക്കറിയത്തില്ല, എന്തിന് ഈ അപ്പനാലും അമ്മയാലും ഞാൻ ജനിച്ചു വളർത്തപ്പെട്ടെന്ന് എനിക്കറിയത്തില്ല, എന്തിന് ഈ വീട്ടിനകത്ത് എന്നെ ദൈവം വേരുറപ്പിച്ചെന്ന് എനിക്കറിയത്തില്ല. എത്രയോ ദേശങ്ങൾ ഉണ്ടായിരുന്നു, എന്നിട്ടും ആ കോക്കാട് ദേശത്തിനകത്ത് എന്തിനാ ദൈവം എന്നെ ജനിപ്പിച്ചത് ഇന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ചില ചോദ്യങ്ങൾക്കുള്ള മറുപടി ദൈവം തരാൻ പോവുക. 21 അധ്യായം ഒന്ന് എത്തിക്കോട്ടെ. ആമേൻ. നിന്നെ എന്തിന് ഈ വിഷയത്തിനകത്ത് ദൈവം കൊണ്ടുവന്നെന്ന് ദൈവം തെളിയിക്കും. പ്രാർത്ഥിച്ചോ, ശക്തമായി പ്രാർത്ഥിച്ചോ. അടകം ഷാതകനം ഭാനകസ്തനം ശമാനകസ്തനം എന്തിനിതിനകത്ത് ദൈവം കൊണ്ടുവന്നെന്ന് അറിയത്തില്ല പച്ച. എന്തിനാണ് യേശുവിനെ അറിയാനുള്ള ഭാഗ്യം കിട്ടിയെന്ന് നമുക്കറിയത്തില്ല, എന്തിന് നമ്മൾ രക്ഷിക്കപ്പെട്ടതെന്ന് നമുക്കറിയത്തില്ല. പക്ഷെ പ്രാർത്ഥിക്കും, പിതാവേ, യേശുവിന്റെ നാമത്തിൽ തലമുറകൾ പ്രവചിക്കുന്നവരായി മാറുമ്പോ, തലമുറകൾ ശുശ്രൂഷിക്കുന്നവരായി മാറുമ്പോ അതിനേക്കാൾ സന്തോഷം പിന്നെ നമുക്ക് വേറെ എന്നാ ഉള്ളേ? യേശുവിന്റെ നാമത്തിൽ 10 വീട് വെച്ചെന്ന് പറയുന്നതിനേക്കാൾ സന്തോഷമില്ലയോ നമ്മൾ മക്കൾ പ്രവചിക്കുന്നു എന്ന് കേൾക്കുമ്പോ? അത് തന്നെ പൗലോസ് പറയുന്നത്, എന്റെ മകനെ, നീ സത്യത്തിൽ നടക്കുന്നു എന്നറിയുന്നതിനേക്കാൾ എനിക്ക് സന്തോഷം വേറെ ഒന്നുമില്ല. പ്രാർത്ഥിച്ചോ. അടകമനം ഷാതകനം ധാനകസ്തരം ശമാനകസ്തരം ധേനകസിഹത്തനേധിയാവന. ഞങ്ങളുടെ നല്ല സ്വർഗീയ പിതാവേ, ഈ ആഴ്ചയിലെ ദൂത് ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവം ഞങ്ങളെ കൈസരിയിൽ എത്തിച്ചെങ്കിൽ കൈസരിയിൽ ഞങ്ങൾ ചില മഹത്വം കാണാൻ പോകുന്നതിന് നന്ദി. ക്രിസ്തു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.